ആദിയെ വടിവുടൽ ദേവിയെ ശക്തി സ്വരൂപിണി ശ്രീഭദ്രകാളിയെ മറുവത്തൂരന്നയെ ശിവനവൻ പാതിയെ മാവിളക്കേത്തിയെ മടിപ്പിച്ച ഏന്തിയെ ഇരുകരം കൂപ്പിയെ വണങ്ങുന്നേനമ്മയെ ഈ മകൾ തൻ ജ്യോതിയെ പരമ്പൊരുൾ ദേവിയെ ആദിയെ ഗൗരിയെ ആടിവാ ദേവിയെ ശൂലവും ഏന്തി നീ ജ്യോതി സ്വരൂപിണി ഹൃദയത്തിൻ ഭക്തിയെ വരം തരും ശക്തിയെ നാഗമായി മാറി നീ കാത്തരുൾ കാളിയെ ശക്തി സ്വരൂപിണി ശ്രീഭദ്രകാളി നീ കാത്തരുളേണമേ ശ്രീഭദ്രകാളിയെ അഴകിനെ ചുമപ്പവൾ വേപ്പിലയണിഞ്ഞവൾ കുങ്കുമക്കാളിയെ വടിവുടൽ ദേവിയെ ഒരു വേള എരിച്ചതും പൂമൂടലണിഞ്ഞതും പാൽക്കുടം എടുത്തതും നാരങ്ങ കോർത്തതും മൺചോറ് ഉണ്ടതും അർച്ചന ചെയ്തതും ഉയർബലി കൊടുത്തതും പൊങ്കാലയിട്ടതും അഭിഷേകം ചെയ്തതും അനുദിനമോർത്തതും മഞ്ഞൾ പൂശിയാറാടി ഉമയവൾ നിനക്കേ ഭക്തർക്കരുൾ നൽകും ഉജ്ജയിനി കാളിയെ പെരുമ്പകയെ അർപ്പവൾ മറുവത്തൂരന്നയെ സന്താന വരം നൽകും ഗർഭരക്ഷാംബികയെ താലിയെ കാത്തിടും ശ്രീ മഹാദുർഗയെ വരമെന്നുമരുളണേ ശ്രീഭദ്രകാളിയെ സൗഖ്യവുമേകണേ മലയന്നൂർ കാളിയെ സങ്കടനാശിനി പാപവിമോചനി കണ്ണീരകറ്റുന്നവൾ എന്നും നീയേ ഏകളെ ഒഴിപ്പിച്ച് കടുംബാധ ഇളക്കിച്ച് മരണത്തെ വെൽവവൾ രാജകാളിയമ്മ വിജയത്തെ അരുളുന്ന ശക്തി സ്വരൂപിണി തൊഴിലിനെ കാക്കുന്ന വരദായിനി അമ്മ ശക്തിയും നൽകി നീ ബുദ്ധിയും നൽകി നീ അഭയവരദായിനി അനുഗ്രഹിക്കണമേ മംഗല്യഭാഗ്യവും നൽകുന്നവൾ നീ സൗഭാഗ്യവും എന്നും നൽകുന്നവൾ നീ സന്താപനാശിനി ചോറ്റാനി കരയമ്മ വിനകൾ അകറ്റിടും ശക്തി സ്വരൂപിണി സർവാർത്ഥ സാധികെ നിത്യനീരാമയി കനിയണമെന്നമ്മേ ആദിപരാശക്തി വിരഹത്തെ അകറ്റിടൂ അരുൾമഴ ചൊരിഞ്ഞിടൂ സങ്കടം അകറ്റിടൂ അനുഗ്രഹമേകിടൂ ഭൂലോകരക്ഷകി നിത്യനീരാമയി ആശ്രയമായെന്നും കുടുംബത്തെ കാത്തിടൂ ആയുരാരോഗ്യവും സൗഖ്യവുമേകിടൂ ആശ്രയം നീ അമ്മേ കാത്തരുളേണമേ ശാപമകറ്റിടൂ ദോഷം അകറ്റിടൂ ഒളിയായി വിളങ്ങിടൂ കൃപയായി നിറഞ്ഞിടൂ താങ്ങായി തണലായി എന്നെന്നും വന്നിടൂ എന്നിൽ അലിഞ്ഞിടൂ കുങ്കുമക്കാളിയേ ഈ പ്രപഞ്ചത്തിൽ ജീവൻ ഉടലെടുത്തതും ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഇവയുടെ ശക്തി കൊണ്ട് ഈ ഭൂമിയിൽ രാത്രി, പകൽ, കാറ്റ്, മഴ, ഇടി, മിന്നൽ, വേലിയേറ്റം, വേലിയിറക്കം ഇവയൊക്കെ സംഭവിക്കുന്നു. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, പിന്നെ നക്ഷത്രങ്ങളെയും കൊണ്ട് ജീവജാലങ്ങളുടെ ജനനവും മരണവും തീരുമാനിക്കുന്ന ശക്തികൾ, ജീവന്റെ ഊർജമായ അറിവ്, ഉയർച്ച, താഴ്ച, വ്യാപാരം, വിജയം, തോൽവി എന്നത് ജീവജാലങ്ങളിൽ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആത്മാവിന് മരണമില്ല എന്ന രഹസ്യം പോലും ജീവന്റെ ജനനത്തിലും മരണത്തിലും ഉള്ള നിഗൂഢതയാണ്. ജീവന്റെ പ്രവർത്തനങ്ങളായ ദാനം, ധർമ്മം, നന്മകൾ ആ ആത്മാവിന്റെ ജീവിതത്തിൽ ഉയർച്ചയും മാറ്റങ്ങളും സന്തോഷത്തെ തരുന്ന പോലെ ആ ജീവജാലങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള തിന്മകൾ, ക്രൂരതകൾ, ദ്രോഹങ്ങൾ എന്നിവ കാരണം അതേ ആത്മാവിന് ദുഃഖവും വേദനയും ഉണ്ടാകും. മരിച്ച ആത്മാവ് മരണത്തിന് ശേഷവും പ്രപഞ്ചത്തിൽ പ്രേതാത്മാവായി ജീവിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യശക്തികൾ പ്രേതാത്മാവിന് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ ആ സമയത്ത് ആ പ്രേതാത്മാക്കൾ അവന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി കുടുംബത്തിൽ കുഴപ്പങ്ങളും ദോഷങ്ങളും ദുരിതത്തെയും ദുഃഖത്തെയും കൊണ്ടുവരും. ഈ പ്രേതാത്മാവിനെ കൊണ്ട് മന്ത്രശക്തികൾ പല പല മായകളും അനുഭവപ്പെടാൻ കാരണമാകുന്നു. ഈ പ്രേതാത്മാക്കൾ മനുഷ്യനായി പിറവിയെടുത്ത ആത്മാവിനെ പോലും നശിപ്പിക്കാൻ കഴിവുള്ളവയാണ്. അതാണ് മനുഷ്യന്റെ വിധി. ചേട്ടാ, വയലിന്
മരുന്നടിക്കുന്നതും കുട്ടികൾക്ക് വിഷം കൊടുക്കുന്നതും ഒന്ന് തന്നെയാ. നിർത്തി കേട്ടാ. ഇപ്പൊ തന്നെ എല്ലാം നശിച്ചിരിക്കുകയാണ് മോളെ. നീ ഇങ്ങനെ വന്ന് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല ചേട്ടാ, സത്യസന്ധമായ ജോലിക്ക് എത്ര ശമ്പളം തരാനും എല്ലാരും തയ്യാറാ. പ്രധാനമായും പഠിച്ചവരും പണക്കാരും ഗ്രാമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ മാർക്കറ്റിലെ ഓർഗാനിക് സാധനങ്ങൾക്കാണ് വില അധികം. അമേരിക്കക്കാര് പറഞ്ഞതിനു ശേഷം കഞ്ഞിവെള്ളത്തിന് പോലും ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ. അത് മാത്രമല്ല, കടലമിഠായി, ശർക്കര, എള്ള്, നെല്ല്, പനങ്കരിക്ക്, മൺപാത്രം ഇതെല്ലാം വാങ്ങാൻ വേണ്ടി അമേരിക്കക്കാര് വരി നിൽക്കുക അവിടെ. ചേട്ടൻ വേണമെങ്കിൽ നോക്കിക്കോ, ഒരു ദിവസം എല്ലാവരും നമ്മുടെ മണ്ണിന്റെ മഹത്വം മനസ്സിലാക്കി ഗ്രാമത്തിൽ വന്ന് താമസിക്കും. മദ്രാസിൽ പോയി പഠിച്ചിട്ടും ഈ മണ്ണിനോട് മോൾക്കുള്ള സ്നേഹം പോലെ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ. ഭവാനി, ആ മുതലാളി വിളിക്കുന്നു. ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ശിവായ നമഃ. എന്താ സാർ നമ്മുടെ ചാനലിൽ എന്റെ കോൺസെപ്റ്റ് മാത്രം വരാത്തതിന് വിഷമിക്കാതെ വരുന്നതിന് ട്രൈ ചെയ്യാൻ നോക്ക്. കാടും മലയൊക്കെ താണ്ടി ഇയാളെയാണോ ഷൂട്ട് ചെയ്യാൻ വന്നത്? എടാ, അയാൾ സാധാരണ ആളൊന്നുമില്ല. നീ ഒന്ന് വായടച്ചു വാ. ഇയാളാണോ സിദ്ധര്? കണ്ടിട്ട് എന്താ ഉടായി പോലെ തോന്നുന്നു. പുതിയതെന്ന് പറഞ്ഞ് എല്ലാവരും അതിന്റെ പുറകെ പോവാ. നീ പഴയത് അന്വേഷിക്കേ. എടാ, ഇതൊന്നും ടി വിയിൽ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇവര് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര അർത്ഥമായിരിക്കും. അതൊക്കെ ശരിയാ ബ്രോ. പക്ഷെ പെണ്ണിന്റെ പുറകെ പോണ പോലെ ഇയാളുടെ പുറകെ പോയിട്ട് എന്താ കാര്യം? അയാൾക്ക് വേണമെങ്കിൽ ഒരു അര മേടിച്ചു കൊടുത്തിട്ട് ഇന്റർവ്യൂ തുടങ്ങിയാലോ? ഏയ് എടാ, അയാൾ ശപിച്ചെല്ലാം നടക്കും. നീ മിണ്ടാതെ ഇങ്ങോട്ട് വന്നേ. ഇയാൾക്കാണോ ഇത്ര ബിൽഡപ്പ് വരുന്നത്? ഇതെന്താ ബ്രോ, പാർക്കിലൊക്കെ നടക്കുന്ന പോലെ ഈ കാട്ടില് നടക്കുന്നത്? ആന്ധ്രയിൽ ഭൈരവഗുണ എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. അവിടെ ഒരു സിദ്ധൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. നീ അയാളുടെ കാര്യം ഷൂട്ട് ചെയ്യേ. ഞാൻ ചാനലിൽ കൊടുക്കാം. നീ ശ്രദ്ധിക്കപ്പെടും. ഓം നമഃ ശിവായ. അയ്യോ, കാണാനില്ലല്ലോ. എല്ലാം നീ കാരണോടാ. അയാൾ പോയില്ലേ? ഒന്നിന് പോയിട്ടുണ്ടാവും ബ്രോ. ചിലപ്പോ ഏതെങ്കിലും മൂലക്ക് നിന്നിട്ടുണ്ടാവും. അമ്മേ, എടാ, ഇങ്ങോട്ട് വാടാ. ഒന്ന് പോടാ. ഈ സിദ്ധനെന്താ ഒളിച്ചു കളിക്കാണോ? വീട്ടിലെത്തുമ്പോഴത്തേക്കും എന്റെ നടു ഓടിയ. എന്ത് വേണം? ഒരു ഇന്റർവ്യൂ. എന്താ ബ്രോ ഇത്? ലൈസൻസ് ഇല്ലാത്ത പോലീസിനെ കാണുന്ന പോലെ പേടിക്കുന്ന എന്തിനാ? സിദ്ധനെ, നിന്റെ അടുത്ത് KFC ചിക്കൻ ഒന്നും ചോദിച്ചില്ല. നല്ല ചൂടോടെ 4 ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞിട്ട് പൊക്കോ. സിദ്ധനെ, ഒരു ഫോട്ടോ വരുമോ? സിദ്ധനെ, അതെ, അവിടെ നിൽക്കേ. സിദ്ധരെ, ഒന്ന് നിൽക്കേ. ശരിക്കും ദൈവമുണ്ടോ? അവരില്ലാതെ നമ്മളെങ്ങനെയാ ജനിക്കുന്നേ? അത് പ്രകൃതി നിയമമല്ല സ്വാമി. പ്രകൃതി തന്നെ ഉണ്ടാക്കിയത് ആ ദൈവമാണ്. ശരി, ദൈവം ഉണ്ടെന്നിരിക്കട്ടെ. ദൈവം ഉണ്ടായിട്ടും ഈ ലോകത്തെന്താ ഇത്രയും ക്രൂരം നടക്കുന്നത്? സ്വത്തിന് വേണ്ടി അച്ഛനെ കൊല്ലുന്നു, ഭക്ഷണത്തിന് വേണ്ടി അമ്മയെ കൊല്ലുന്നു. ഈ നാടാണെങ്കിൽ രാഷ്ട്രീയക്കാരെ നശിപ്പിക്കുക. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ. കടല് സുനാമി, കരയിൽ ഭൂമി ഒലുക്കം, ആകാശത്തും പ്രശ്നങ്ങളാ, കാറ്റിലാണെങ്കിൽ വിഷം. ഇതിൽ പെട്ട് മരിക്കുന്ന ജനങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കുന്നതിനുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം അവരെ രക്ഷിക്കണ്ടേ? കഷ്ടപ്പാടിൽ വരാത്ത ദൈവം ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? ദൈവം ഉണ്ടെന്ന് പറഞ്ഞ എല്ലാരും പറ്റിച്ചോണ്ടിരിക്കല്ലേ?
അല്ലാവും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, യേശുവിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, രാമനും കാട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കഥയൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ? നീ പുരാണങ്ങളൊന്നും പഠിച്ചിട്ടില്ലേ? അല്ല, ഇത് കാലാകാലങ്ങളായിട്ട് പറയുന്ന കഥയല്ലേ? അതെ സിദ്ധരെ, ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറ. അങ്ങനെയെങ്കിൽ കൺമുമ്പിൽ നടക്കാൻ പോകുന്ന കഥ നീ തന്നെ പോയി കാണാം. വടക്കം പറ്റി ഇവിടെ നിന്ന് വടക്ക് 400 മൈൽ ദൂരത്തിലാ ഉള്ളത്. ആദിശക്തി അവിടെ കുടികൊള്ളുന്നു. നിനക്ക് നല്ല വിശ്വാസമുണ്ടെങ്കിൽ, നിന്റെ മനസ്സിൽ ധൈര്യമുണ്ടെങ്കിൽ, അത് കഥയാണോ ദൈവമാണോ എന്ന് നോക്ക്. അവിടെ ഒരു പ്രധാന സംഭവം നടക്കാൻ പോകുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നു? നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം അവിടെ മറുപടി കിട്ടും. ഈ സിദ്ധനും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ പോലെയാ ബ്രോ. കുഴപ്പിക്കുന്ന ചോദ്യം ചോദിച്ചു കഴിയുമ്പോ ഓടിക്കളയാണല്ലോ. അമ്മേ ദേവി പരാശക്തി മഹാമായേ മഹാകാളി അതിപരാശക്തി തനിച്ചിങ്ങോട്ട് വന്നവളെ, ധരണിയാൽ പിറന്നവളെ, ചോദിക്കുന്ന വരം കൊടുക്കുന്നവളെ, അമ്മയെ പോലെ കാക്കുന്നവളെ, തങ്കമകളെ മഹാകാളി, അമ്മേ ദേവി പരാശക്തി. അമ്മേ ദേവി ആദിപരാശക്തി. എന്താടാ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? വന്നതാരാ മകളെ, എന്നോടൊന്ന് പറ. ശക്തിയാടാ, ആദിപരാശക്തി. അമ്മേ ആദിപരാശക്തി. അമ്മേ ദേവി ആദിപരാശക്തി. ഭാഗ്യവാനാടാ നീ. നിന്റെ അച്ഛനപ്പൂപ്പന്മാർക്ക് കിട്ടാത്ത ഭാഗ്യം ഇപ്പൊ നിനക്ക് കിട്ടാൻ പോവാടാ. മനസ്സിലാവുന്നുണ്ടോ? അമ്മേ ആദിപരാശക്തി. ഓം ശക്തി, ഓം ശക്തി. ഒരു നീണ്ട നാളായി നടക്കുന്ന പ്രശ്നം തീർക്കാൻ സ്വയമേ വന്നതാണ് ഞാൻ. ശക്തിയാണ്, ആദിപരാശക്തി. അമ്മേ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിയ്. അതിന് വന്നതാണ് ഞാൻ, മഹാശക്തി. അമ്മേ രക്ഷിക്കണം അമ്മേ ദേവി. എല്ലാവരെയും കാത്തുരക്ഷിക്കണം അമ്മേ. ഉണ്ടാക്കാം. ആളുകൾ നന്നായിട്ടിരിക്കണേ, ഈ നാട് നന്നായിട്ടിരിക്കണേ, എന്റെ വംശം നിലനിൽക്കണം. എന്റെ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും ഞാനിവിടെ ക്ഷേത്രം നിർമ്മിക്കും. ആദിപരാശക്തി. എല്ലാവരും കേട്ടില്ലേ? നമ്മുടെ ഈ നാട് വികസനമില്ലാത്താണെന്ന് പറഞ്ഞു നടന്നവരോട് ഞാനുണ്ടെന്ന് പറഞ്ഞ് സാക്ഷാൽ ആദിപരാശക്തി തന്നെ വന്നു. എല്ലാവരോടും ഞാൻ ഒന്ന് പറയാണ്, അമ്പലം കെട്ടണമെന്ന് ദൈവം എന്നോട് മാത്രമല്ല പറഞ്ഞത്, എന്നെ സാക്ഷിയാക്കി നിങ്ങൾ എല്ലാവരോടുമായിട്ടാ പറയുന്നത്. ഇത് നാടിന്റെ വിഷയമായിട്ട് കാണാതെ നിങ്ങളുടെ സ്വന്തം വിഷയമായിട്ട് കാണുക. ദേവി പറഞ്ഞതുപോലെ ഇവിടെ അമ്പലം പണിത് കഴിഞ്ഞാൽ നമ്മുടെ നാടും എല്ലാം നന്നാവും, നമ്മുടെ ഭൂമിയും നന്നാവും. അതെ, ഞാൻ പൂര നക്ഷത്രം. എന്താ ചോദിച്ചേ? പൂരത്തിൽ ജനിച്ചവര് പൂജാരിയാവുന്ന എന്റെ മുത്തശ്ശി പറയാറുള്ളത്. എടാ, ഞാൻ പൂജാരിയായിട്ട് പോയാലും നീയല്ലേ അവിടെ മണിയടിക്കുന്നത്? ഒന്ന് വാള, ജോലി നോക്കാം. ആ കിട്ടിയ സിദ്ധനെ വെച്ചിട്ടേ നമുക്ക് ഈ മാസത്തെ ചെലവ് നോക്കാം. ഞാൻ എന്താ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്? KFC ചിക്കൻ ഒന്നും അല്ലല്ലോ. ചൂടോടെ 4 ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞിട്ട് എങ്ങോട്ടാന്ന് വെച്ച പോക്കോ. അല്ല, സിദ്ധന്റെ കൂടെ സംസാരിച്ചേക്ക് നീ മര്യാദയ്ക്ക് റെക്കോർഡ് ചെയ്തില്ലേ? റെക്കോർഡിംഗ് ചെയ്താണല്ലോ ബ്രോ. അങ്ങനെയാണെങ്കിൽ ദൈവം അവരെ രക്ഷിക്കണ്ടേ? കഷ്ടപ്പാടിലില്ലാത്ത ദൈവം ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? എടാ, നീ നുണ പറയില്ലേ? ഈ ഇന്റർവ്യൂലൊന്നും സിദ്ധനെ കാണുന്നില്ലല്ലോ. അയാൾ അവിടെ വെച്ച് കാണാതെ പോയല്ലോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ റിവൈൻഡ് ചെയ്ത് നോക്കിയോ, പക്ഷെ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. എടാ, മുന്നിലും പിന്നിലും എല്ലാം ഉണ്ടല്ലോ, നടുവിൽ സിദ്ധനുമായിട്ട് സംസാരിച്ച് മാത്രം കാണുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അയാൾ ഒറിജിനൽ സിദ്ധൻ തന്നെയാണോ? അയാൾ ഒറിജിനൽ സിദ്ധനാണെങ്കിൽ അയാൾ പറഞ്ഞൊക്കെ ശരിയാ. എടാ, നീ കറക്റ്റാ പറഞ്ഞേ. നമ്മൾ ഫേമസ് ആവാനുള്ള സമയം വന്നു കഴിഞ്ഞു. അയാൾ പറഞ്ഞ ഗ്രാമത്തിൽ പോകുന്നു, അവിടെ നടക്കുന്നതെല്ലാം ഷൂട്ട് ചെയ്യുന്നു, അതെല്ലാം ന്യൂസ് ചാനലിൽ നമ്മൾ കൊടുക്കുന്നു, എന്നിട്ട് ഫേമസ് ആവുന്നു. അല്ല, അയാൾ പറഞ്ഞ ഗ്രാമത്തിന്റെ പേരെന്താ? ചോദിച്ച നിനക്കറിയാത്തപ്പോ കൂടെ നിന്ന് എനിക്കെങ്ങനെ അറിയാനാടാ? 40 മൈൽ ദൂരത്തിൽ എവിടെയോ തെക്ക് ദിശയിലാണെന്നാ പറഞ്ഞേ. പട്ടി പട്ടി പട്ടി, ആണ്ടിപ്പട്ടി, വാടിപ്പട്ടി, വടക്കംപട്ടി. ആ, വടക്കംപട്ടി. കറക്റ്റ് ബ്രോ. ഈ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സാർ. നമ്മുടെ അമ്പലത്തിന് ചുറ്റും ഒരുപാട് എംപ്റ്റി സ്പേസ് കണ്ടോ? ഇവിടെ ഒരുപാട് ലോഡ്ജ് പണിതിട്ട്
ഭക്തർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാം. കാരണം മണി ഈസ് വാല്യുബിൾ. കണ്ടോ, ഇവിടെയാണ് അമ്പലത്തിന്റെ ഗോപുരം. ഈ ഭാഗത്ത് 2 കട കൂടി പണിയാം. ഭക്തരുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാം. അങ്ങനെ അമ്പലത്തിലേക്കുള്ള വരുമാനവും കൂടിക്കോളും. എനിക്ക് അമ്പലത്തിന്റെ ലാഭം ഭയങ്കര പ്രധാനമാണ് സാർ. കാരണം മണി ഈസ് വെരി വാല്യുബിൾ. ഇതാണ് കാർ പാർക്കിംഗ് ഏരിയ സാർ. കാറിലും ബൈക്കിലും വരുന്ന ഭക്തരുടെ ഇത് കാശ് മേടിച്ച് ലാഭം കൂട്ടാം. എനിക്ക് അമ്പലത്തിലെ കാശ് എപ്പോഴും വന്നോണ്ടിരിക്കണം സാർ. മണി ഈസ് വെരി വാല്യുബിൾ. പിന്നെന്താണ്? എനിക്കറിയാം സാർ, നിങ്ങൾക്ക് ആ പ്രൊജക്ട് നന്നിട്ട് ഇഷ്ടപ്പെടുള്ളൂ. പിന്നെന്താ, അയ്യരോട് പറയാൻ പറ. ഒരു നല്ല ദിവസം നോക്കി ഭൂമി പൂജ ചെയ്യാലോ. എങ്ങനെയുണ്ട്? ഇല്ല മോനെ, അതൊന്നും വേണ്ട. എന്താ സാർ, പുറത്ത് 4 കട ഉള്ളിൽ 4 കട, ബഡ്ജറ്റ് കൂടി പോകുന്ന വിചാരിച്ചാണോ? വേണ്ട, വിട്ടേക്കാം. മോനെ, ആ 3 കോടി പ്രൊജക്ട് എടുത്തേ. ഇത് ജസ്റ്റ് 3 കോടിയുള്ളൂ സാർ. ഞങ്ങൾ ഇതുവരെ ഇത്രയും കുറച്ച് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇതിൽ 4 കടയൊന്നും വരില്ല, 2 കട ഉണ്ടാവുള്ളൂ. അമ്പലത്തിൽ ഒത്തിരി ലാഭം കിട്ടില്ല. അതുപോലെ പുറത്ത് ഒരേ ഒരു കടയേ വരുള്ളൂ. അത് ഓക്കെ അല്ലേ സാർ? അല്ല മോനെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, സോറി സാർ, ഇതിൽ കുറച്ച് കോട്ട് ചെയ്ത് എനിക്ക് വർക്ക് ചെയ്യാനേ പറ്റില്ല. നിങ്ങൾ ഇതിൽ കുറച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്പലം വല്ല പട്ടികാട്ടിലും പണിയണം സാർ. മതി നിർത്ത്, വായി തോന്നിയ പോലെ ഒന്നും പറയണ്ട. സോറി സാർ, പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ. നിങ്ങൾ ക്ഷേത്ര നിർമ്മാണം ഒരു പ്രോജക്റ്റ് ആയിട്ടാ കാണുന്നത്. പക്ഷെ എന്റെ അച്ഛൻ അതൊരു പുണ്യപ്രവൃത്തിയാണ്. പുറത്ത് കട പണിയാം, അകത്ത് ഹോട്ടൽ പണിയാന്ന് പറയുന്ന നിങ്ങൾക്ക് ക്ഷേത്ര നിർമ്മാണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ ഇത് ഇഷ്ടമാവാത്തെ. എന്റെ അച്ഛൻ ഇത് പേരിന് വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയല്ല കെട്ടുന്നത്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലും ബഹുമാനമില്ല, ഞങ്ങളുടെ ദൈവത്തിനും ബഹുമാനമില്ല. നിങ്ങൾക്ക് പോകാം. ഒരു മിനിറ്റ് നിൽക്ക്. പഴയ കാലത്തെ ക്ഷേത്രങ്ങളൊന്നും നിങ്ങളെപ്പോലെ എഞ്ചിനീയേഴ്സ് പണിതല്ല. ഞങ്ങൾക്ക് എങ്ങനെ പണിയണമെന്ന് അറിയാം. നിങ്ങൾ പൊക്കോ. നമ്മളെപ്പോലെ എഞ്ചിനീയറിംഗ് പഠിച്ചതിന്റെ അഹങ്കാരത്തിൽ സംസാരിക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? അതൊന്നുമില്ല മോളെ, ഞാൻ പറയാൻ വന്ന കാര്യം തന്നെയാ നീയും പറഞ്ഞത്. ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ ഒരുപാട് കാശുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചില്ലി കാശ് പോലും ഇല്ലല്ലോ. ഒന്നും മിണ്ടാതെ വായടച്ച് പാടാ. എല്ലാം വാതിൽ തുറന്ന് നിന്റെ കയ്യിലേക്ക് വരുമോ? ആഹോരിയെ കണ്ടതിന് ശേഷം നിറയെ മാണിക്യവും തളവളാ മിന്നുന്ന തങ്കവും കൈ നിറയെ കാശും കിട്ടും. എന്റെ മോനെ, അമ്മേ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ വേറെ എന്താടാ ചോദിക്കണ്ടേ? കൈ നിറയെ കാശും കയ്യിൽ നിറയെ മാണിയും കഴുത്തിൽ നല്ല നെക്ലസും പല പല കളറിലുള്ള പട്ടുസാരിയും. ഇതൊന്നും അല്ലാണ്ട് അമ്മക്ക് എന്താണ് ആവശ്യമുള്ളത്? അത് തന്നെ മോനെ. നിങ്ങൾ ചോദിച്ചതെല്ലാം ലഭിക്കും. എടുത്തോളൂ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇതൊക്കെ ചോദിച്ചാ കിട്ടൂന്ന്. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായത് ഞാൻ പറഞ്ഞു. എന്റെ ദേവി, കൈ നിറയെ കാശും കിട്ടിയല്ലോ. എനിക്ക് വയ്യ. എഴുന്നേക്ക് ചേച്ചി. എന്താ ചേച്ചി, എപ്പോഴത്തെ പോലെ സ്വപ്നം കണ്ടതാണോ? ചേച്ചി ചേച്ചിയുടെ ഭർത്താവിനെ വിശ്വസിക്കുന്നു, ഞങ്ങളാണെങ്കിൽ ചേച്ചിയെ വിശ്വസിക്കുന്നു. ഈ വിശ്വസിച്ചോണ്ടിരുന്നിട്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ ദൈവമേ. വേറെ എന്തെങ്കിലും വഴി ഇങ്ങനെ വിശ്വാസമില്ലാതെ പറയലടി. ആഹോരിയുടെ തപസ് ഒന്ന് കഴിഞ്ഞോട്ടെ, നാളെ കാണാം നമുക്ക്. എന്നിട്ട് പങ്കും ചോദിച്ചോണ്ട് വരരുത്. അയ്യോ, എന്റെ മോൻ തപസ്സിലാണല്ലേ.
ഞാൻ ആഗ്രഹിച്ചതൊക്കെ കിട്ടാമാണ് ദേവി. ഒന്ന് ചോദിക്കേ ഒന്നും മിണ്ടാതിരിക്ക്, അടങ്ങിയിരിക്ക്. ചോദിക്കേ വെറുതെ നിൽക്കാൻ ചോദിക്കേ. തപസ് കഴിഞ്ഞ് ഉറങ്ങി ചോദിക്കണം. കാലക്കേയ ചേച്ചി നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് എനിക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചത് കൺമുൻപിൽ വരും. പറ്റിയ എടുത്തോ. എന്റെ ദേവി, എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നെ? സ്വർണ്ണവും പണവും കാശും. അയ്യോ, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ലല്ലോ എന്റെ ദേവി. ഞാൻ കുറച്ചെടുത്തോട്ടെ. അയ്യോ പോയല്ലോ. അയ്യോ പണമെല്ലാം പോയല്ലോ. കാണിക്കുന്ന സ്വപ്നം കണ്ട പോലെ എല്ലാം പോയല്ലോ. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം ഇതാണമ്മേ. ആഗ്രഹിച്ച് കൺമുന്നിൽ വരും എന്നല്ലാതെ കയ്യിൽ വരില്ല. കാണാം, പക്ഷെ ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് നീ ഈ തപസ്സെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്? അത് തന്നെ. ചോറ് കണ്ട വിശപ്പ് മാറുവോ? കഴിച്ചാലല്ലേ മാറുവോ? നമ്മൾ കണ്ട സ്വപ്നത്തിന് ബലമില്ലേ? എന്തുകൊണ്ടില്ല? 9 നക്ഷത്രത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ ബലി കൊടുത്താൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവും. ഒന്നല്ല, 9 നക്ഷത്രത്തിലെ കുഞ്ഞുങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, ചിത്തിര, തിരുവോണം, അവിട്ടം, വിശാഖം. ഈ 9 നക്ഷത്രത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ ബലി കൊടുത്താൽ എല്ലാം കൈക്കുള്ളിൽ വരും, എല്ലാം ലഭിക്കും. അങ്ങനെയാണോടാ? എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇതൊക്കെ പൂന്തോട്ടത്തിൽ പൂ പറിക്കുന്ന പോലെ സാധാരണ കാര്യമല്ല. തീയില് കൈവെക്കുന്ന പോലെ ആപത്തായ കാര്യമാണ്. ചെറിയ തെറ്റ് സംഭവിച്ചാൽ എന്റെ തല തന്നെ ഇല്ലാതാവും. 9 നക്ഷത്രത്തിലെ കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിട്ടണം. എന്താ കിട്ടൂലേ? നോക്കി. ഇതിനു മുന്നേ നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ ആരാ? ഞാൻ നാഗിനി. ശരി, ഇവിടെ എന്താ ചെയ്യുന്നേ? എന്നെ എല്ലാവരും ഓടിച്ചു വിട്ടതാ. വഴി അറിയാതെ ഇവിടെ വന്നു. എനിക്ക് എവിടെ പോണെന്ന് അറിയില്ല. ഞാൻ നിന്നെ നോക്കാം. എന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ശരി വാ. ആരാ മോളെ ഇത്? അറിയില്ല അച്ഛാ. ആരെങ്കിലും വരുമ്പോ പൊക്കോട്ടേന്ന് കരുതി അങ്ങനെ വിളിച്ചോണ്ട് വന്ന അച്ഛാ. ആ നല്ല കാര്യം ചെയ്തേ. പാവ ഇവിടെ നിന്നോട്ടെ. ചിലപ്പോ ഈശ്വരനായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നായിരിക്കും. നീ എന്തെങ്കിലും കഴിച്ചോ മോളെ? ബിസ്ക്കറ്റോ മറ്റോ? അച്ഛനല്ലേ ചോദിക്കുന്നേ, കുറച്ച് പാലെങ്കിലും കുടിക്കേ. ഞാൻ അവൾക്ക് പാല് കൊണ്ടുവരാ അച്ഛാ. ശരി മോളെ. ഇതാ പാല്, ചൂടാണ്, സൂക്ഷിച്ചുകൂടി. മോനെ നീയോ? ഓ നന്നായി. നിങ്ങൾക്കെങ്കിലും എന്നെ ഓർമ്മയുണ്ടല്ലോ. ഒരുപാട് വർഷങ്ങളായില്ലേ. ഈ നാട്ടുകാരെ പോലെ നിങ്ങളും എന്നെ മറന്നു കാണുമെന്ന് വിചാരിച്ചു. എടാ നീ എന്റെ ചോരയാടാ. നിന്റെ നേരിൽ കാണുമ്പോ എന്റെ അനിയനാന്ന് ഞാൻ പറയും. ഭവാനി, ഇത് നിന്റെ ചിറ്റപ്പനാ മോളെ. നമസ്കാരം. ചെറിയ പ്രായത്തില് കാണാതെ പോയതാ. കാണാതെ പോയെന്ന് വെറുതെ പറയുന്നതാ. ഞാൻ ദേഷ്യം കൊണ്ട് ഓടിപ്പോയതാ. എടാ അന്ന് നടന്നത് എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്.
എടുക്കടാ. എന്തടാ അവൻ തനിച്ചാക്കുന്നേ? വാടാ പോയി നോക്കാം. എന്താടാ നീ തനിയെ നിക്കുന്നേ? വാടാ പമ്പരം കളിക്കാം. ഞാൻ വരുന്നില്ല. എന്താടാ? ഞാൻ മുണ്ടയുടെ അടുത്ത് പോവാ. മുണ്ട ആരാടാ? മുണ്ട എന്റെ ദൈവമാണ്. ഞാൻ എന്ത് ചോദിച്ചാലും തരും. നല്ല പമ്പരം ചോദിച്ചു തരുവോടാ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെയും മുണ്ടയുടെ അടുത്ത് കൊണ്ടുപോവോ? വാ പോകാം. വാടാ പോ. ഞാൻ പറയുന്നത് വരെ ആരും കണ്ണു തുറക്കരുത്. ഞാൻ എല്ലാവരെയും മുണ്ടയുടെ അടുത്ത് കൊണ്ടുപോവാ. ആരാ മുണ്ട ചോദിച്ചില്ലേ? പറയടാ, ആരാ മുണ്ട? തന്റെ മോൻ ചെയ്യുന്ന വലിയ തെറ്റാടോ. ആഗോരികളുടെ കൂടെ ചെറുക്കൻ കറങ്ങി നടക്കുന്നൊക്കെ. പള്ളിക്കൂടത്തിലും പോവാറില്ല, പഠിക്കാറുമില്ല. അവനെ വിളിച്ച് കാര്യം പറയാൻ നോക്കുതാൻ. ചേട്ടാ ദുര്യ അവിടെ കെട്ടിയിട്ടേക്കോ ചേട്ടാ. സത്യം പറഞ്ഞത്, ദുര്യ അവിടെ കെട്ടിയിട്ടേക്കോ ചേട്ടാ. എന്റെ അടുത്ത് കളി എടുക്കുന്നോ? നിനക്ക് എന്റെ വീട്ടിൽ ഇനി സ്ഥാനമില്ലടാ. എങ്ങോട്ടെങ്കിലും പോടാ. എനിക്ക് ആരും വേണ്ട. ഞാൻ മുണ്ടയുടെ അടുത്ത് പോവാ. എടാ ദുര്യ, നിനക്ക് ഇത്രയും നാളൊക്കെ ആയിട്ട് സമ്പാദ്യം വലുതൊക്കെ ഉണ്ടോടാ? അത് ചോദിക്കാനാ ഞാൻ വന്നത്. ഇത്രയും സ്വത്തൊക്കെ കയ്യിലില്ലേ? 4-5 കുട്ടികളെ വളർത്താമല്ലോ. എടാ ചേച്ചി, രണ്ടാമത്തെ പ്രസവത്തിന് ആശുപത്രി പോകുമ്പോഴേ എന്റെ കൺമുന്നിൽ വെച്ചാടാ അവള് മരിച്ചത്. അപ്പൊ എനിക്ക് ജീവിതം തന്നെ വെറുത്തുപോയി. ഓ, രണ്ടാമത്തെ പ്രസവത്തിൽ മരിച്ചുപോയല്ലേ? അതേടാ. ഏട്ടേ, പണം ഒരുപാട് ഇടുന്നുണ്ടല്ലോ. ഒരു 5 താട്ടേന്നേ. ഒരു 4 താട്ടേന്നേ. പറ്റൂല, ഒന്നേ ഉള്ളൂ. അയ്യോ, 2 താട്ടെ. ഇല്ല, ഒന്നേ ഉള്ളൂ. ശരി താട്ടെ, ഞാൻ പോട്ടെ. അതെ, ഞാൻ ചോദിച്ചത് 1 ലക്ഷം അല്ലാതെ ഈ 100 രൂപയല്ല. എന്ത് 1 ലക്ഷം? എടാ മന്ദബുദ്ധി, ഇത് വേറും കല്ലാന്ന് വിചാരിച്ചോ നീ? ഇത് മാണിക്കക്കല്ല, മാണിക്കക്കല്ല്. ഈ കല്ലിന് ഇത് തന്നെ കൂടുതൽ എനിക്ക് പോടോ. പോടാ. മാണിക്യം, വിഷം പുറത്ത് കക്കരുത്. നാഗത്തിന്റെ വായിൽ വളരുന്ന വിലമതിക്കാനാവാത്ത ഒന്നാണ് ഈ മാണിക്യം. വിവരമില്ലാത്തവന്മാരുടെ കണ്ണില് ഇത് വെറും കല്ലാണ്. പാട്ടാ പേപ്പർ വിൽക്കുന്നവന്മാരുടെ അടുത്ത് ഇത് വിൽക്കാൻ ചെന്നത് നിന്റെ തെറ്റാണ്. നിനക്കറിയാം ഇത്, പക്ഷെ നിന്റെ കയ്യിൽ കാശില്ലല്ലോ. അവനറിയില്ല, പക്ഷെ അവന്റെ ഇഷ്ടം പോലെ കാശുണ്ട്. കല്ലുള്ള എനിക്ക് കാശ് വാങ്ങാൻ വിധിയില്ല. എന്റെ കല്ലും കണ്ടു താട്ടെ. എടുത്തോളൂ. അയ്യോ, എന്റെ കല്ല്. താൻ മന്ത്രവാദിയാണോടോ? അതെ. ഈ കല്ല് വേണോ കാശ് വേണോ? എന്ത് ചോദ്യമായത്? കല്ല് കൊണ്ടു നടക്കുന്നത് കാശിന് വേണ്ടി തന്നെയല്ലേ? എത്ര വേണം? തന്റെ കയ്യിൽ എത്ര ഉണ്ട്? നിനക്ക് എത്ര വേണമെന്ന് പറയേ. എനിക്ക് 10 കോടി വേണം. തന്റെ ഉണ്ടോ? ആദ്യം കണ്ണൂർ നിന്ന് അമ്മോ, 10 കോടി. ഞാൻ ആഗ്രഹിച്ച 10 കോടി. എടോ, താൻ എന്തൊക്കെ മന്ത്രവാദമാണോ ഈ കാണിക്കുന്നത്? കാണാതെ പോയത് നിന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ നിന്നെ എനിക്ക് കിട്ടണം. നാഗത്തിന് പോലും അറിയാതെ മാണിക്ക് കൊടുത്ത നീ അറിയാതെ ഞാൻ പറയുന്നത് എടുക്കണം. എടുക്കോ? കാർത്തിക, തുലാം രാശി, വിശാഖ നക്ഷത്രം, ദൈവാംശമുള്ള ജാതകം. കുഞ്ഞിനെ നല്ലോണം നോക്കിക്കൊള്ളേ മോളെ. ശരി അമ്മേ. ഡാ കൊച്ചിനെ. നീ ഒന്ന് വേഗം പോയി നോക്ക്. ഞാൻ ആരെങ്കിലും വരണ്ടോ നോക്കാം. എന്താടി, കൊച്ചിനെടുക്കാൻ പറ്റുമോ? ഇവിടെ ചുറ്റും ആളുണ്ട്. കുഞ്ഞിനെ എങ്ങനെ എടുക്കും? പിടിക്കപ്പെട്ട എല്ലാരും കൂടെ നമ്മളെ കത്തിച്ചു കളയും. ഏയ്, എവിടെ പോവാ? നിക്ക്, ഞാനും വരട്ടെ. അയ്യോ, തീ പിടിച്ചേ. എല്ലാവരും ഓടി വായോ. അയ്യോ, എടാ ഒന്ന് വേഗം വായോ. അയ്യോ, എന്തൊക്കെയാ ഈ കാണുന്നത്? കൊച്ചിനെടുത്തൊന്ന് വാടി. ഞാൻ ആരെങ്കിലും വരണ്ടോ നോക്കാം. എടി വേഗം വാട്ടെ. എടി ഒന്ന് വേഗം വാടി. വേഗം വാ. ഒന്ന് വേഗം വാ വേണ്ടേ. വാ പോകാം, വേഗം പോകാം. കാണുന്നതിന് മുമ്പ് വേഗം സ്ഥലം വിടാം. കുഞ്ഞിനെ വേഗം കൊടുക്ക്. ഞാൻ പിന്നാലെ വരാം. ഓം ഹ്രീം ക്ലീം ക്ലീം മുണ്ടായവ നമസി. കുഞ്ഞിനെ ക്ലീം ഹ്രീം ഹീം മുണ്ടായവ നമസി. നിം നം ബിംഗം മുണ്ടായവ നമസി. നമ്മൾ ബലി കൊടുക്കാൻ പോകുന്ന ആദ്യത്തെ കുട്ടി പിടി.
മുണ്ട. ഓം ക്ലീം ഹ്രീം മുണ്ടായവ നമസി. ഐം ക്ലീം ഹ്രീം ഹീം മുണ്ടായവ നമസി. നും നം നിം കും മുണ്ടായവ നമസി. സിം ഹം ലം ബം മുണ്ടായവ നമസി. ഓം ഹ്രീം ക്ലീം മുണ്ടായവ നമസി. ഐം ക്ലീം ഹ്രീം ഹീം മുണ്ടായവ നമസി. ഓം ഹ്രീം ക്ലീം ഹീം മുണ്ടായവ നമസി. ഓം ഹ്രീം ക്ലീം ഹീം മുണ്ടായവ നമസി. ഓം ഹ്രീം ക്ലീം. കൺവെട്ടത്തിൽ ഒരാളെ പോലും കാണുന്നില്ല ബ്രോ. ഞാൻ എന്റെ ആളെ കണ്ടു ബ്രോ. നിന്റെ ആളെ കണ്ടെന്നോ? കാണിച്ചേ. നീ വണ്ടി കയറി കാണിച്ചു തരാം. ഇത് പിടിക്കും. ഹലോ മാഡം, വേർ ഈസ് നാടുവാഴി ഹൗസ്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അറിയോ? ഇപ്പൊ നോക്കിക്കോ. മോളെ, ഈ നാട് വഴിയുടെ വീട്ടിലേക്ക് എങ്ങനെയാ പോകേണ്ടത്? നമ്മുടെ നാട്ടില് പുതുതായിട്ട് വന്ന് എഞ്ചിനീയർ ആയിരിക്കും വന്നിരുന്നത്. ഈ വഴി പോകാൻ പറ്റില്ല. അതെന്താ? പാലം റിപ്പയർ ചെയ്യാം. വന്ന വഴി റിവേഴ്സ് പൊയ്ക്കോ. 2 കിലോമീറ്റർ ചുറ്റണം. അങ്ങനെയല്ലേ? ആ അതെ അതെ. ഈ പെണ്ണെ ഇപ്പഴാ സൂര്യവംശം സിനിമ കണ്ടെന്ന് തോന്നുന്നു ബ്രോ. അതെ അതെ. ഹലോ മാഡം, വില്ലേജിലുള്ളവരൊക്കെ പാവങ്ങളായിരിക്കണം. ഇത്ര അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ കയ്യിലെ ഗൂഗിൾ മാപ്പ് ഉണ്ട്, പിടിച്ചിരിക്കടാ. എന്ത് ചെയ്യാനാ? എത്രാമത്തെ തവണയാ? കൊച്ചിനെ കാണാതെ പോണേ. ഇതിനൊരു പേരുണ്ടാക്കണം. തന്നെ നമ്മള് കുറെ നാളായി എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എല്ലായിടത്തും അന്വേഷിച്ച് നോക്കിയോ? ഞങ്ങൾ എല്ലായിടത്തും നോക്കിയതാ, കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അമ്മേ, മഹാമായേ, മഹാമായേ, എന്റെ കുഞ്ഞിനെ വേഗം തിരിച്ചു തരണേ. പിടിക്ക്. നമ്മളിനി എന്താ ചെയ്യുന്നേ? ആദ്യം പോലീസിനെ വിളിക്കാതെ. നീ ആരാടാ ഈ നാട്ടിലെ പുതിയത്? ഈ നാട്ടിൽ പോലീസ് വരികയല്ല. പോലീസ് വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ ആരും രക്ഷിക്കാനാ? ഇതുപോലെ ഒരു പോലീസ് ഇങ്ങോട്ട് കയറിയിട്ടില്ല, അറിയാവോ? എടോ മിണ്ടായിരടോ. നിങ്ങളെ പോലുള്ള ആണുങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇവിടെ. സമാധാനിരിക്കെ. ഞാനൊരു കാര്യം പറയാം. മുനീശ്വരനെ സാക്ഷിയായിട്ട് വെച്ച് മഷി ഇട്ട് നോക്കാം നമുക്ക്. എന്തു പറയുന്നു? കുഞ്ഞിനെ എങ്ങനെ കാണാൻ പറ്റുന്ന നീ ഒന്ന് നോക്കി പറയണം മുനീശ്വര. എന്താ ബ്രോ, ഇവനാണോ ഇവിടുത്തെ CCTV ക്യാമറ? ഇവനെങ്ങനെ പറയും? ഇപ്പൊ കുട്ടി എവിടെയുണ്ട്? എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ആ കുട്ടി ഈവനോടെ ഇല്ല. എല്ലാം നിങ്ങളുടെ തെറ്റാണ്. കുട്ടി ജനിച്ചപ്പോ തന്നെ മുനീശ്വരൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ ചെയ്തിരുന്നോ? ഇല്ലല്ലോ. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ആ മുനി ആന്റി കുഞ്ഞിനെടുത്തോണ്ട് പോയത്. അയ്യോ മുനീശ്വരാ, ഞാനൊരു തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണേ. എന്റെ കുഞ്ഞിനെ തിരിച്ചു തരുമോ? എന്താ ബ്രോ, ഇയാള് പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മുനി ആന്റിയോട് ചോദ്യങ്ങൾ ചോദിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പോയി ചെയ്യാമോ? ഷൂട്ട് ചെയ്യാനാണോ? നമസ്കാരം സ്വാമി. നമസ്കാരം. കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷമായി. കുട്ടികളില്ല. കുറെ മരുന്നുകൾ പരീക്ഷിച്ചു നോക്കി, ഒരു ഫലവുമില്ല. എല്ലാം ശരിയാകും. കൈയൊന്ന് നീട്ടേ. ഞാൻ എന്റെ വിഷമം പറഞ്ഞപ്പോ കടുക്ക എന്തിനാ തരുന്ന സ്വാമി? പെറ്റമ്മയേക്കാൾ ഒരുപടി മുകളിലാണ് കടുക്കായി. ഇത് ഞാൻ പറഞ്ഞതല്ല, പൂർവികരും സിദ്ധരും പറഞ്ഞതാണ്. ശ്രദ്ധിച്ച് കേൾക്ക്. ദിവസവും 5 ഗ്രാം കടുക്കപ്പൊടി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇളനീര് കൂട്ടി കഴിക്കുകയാണെങ്കിൽ കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, പിത്തരോഗങ്ങളിൽ നിന്നും നാക്ക്, മൂക്ക്, തൊണ്ട, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, വൃക്ക, കരൾ, ഹൃദയം കൂടാതെ ഉഷ്ണം, ഹൃദയവേദന, പ്രമേഹം ഇതുപോലെ ജീവന് ഭീഷണിയുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവം തന്നൊരു പ്രസാദമാണ് ഈ കടുക്ക. ഈ കടുക്കപ്പൊടി 48 ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ കഴിച്ചിട്ട് വന്നാൽ കിഴവനും കുമാരനാകാമെന്ന് പൂർവികർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കടുക്കയെ നീ സാധാരണമായി കാണരുത് മകളെ. നീ കഴിക്ക്, എല്ലാ ആഗ്രഹങ്ങളും നിറവേറും. ശരി സ്വാമി. ആയിക്കോട്ടെ മകളെ, പോയിട്ട് വരാം. നന്നായി വാ. ചേട്ടാ ഇതൊന്ന് ശരിയാണെന്ന് നോക്കാവോ? ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നിങ്ങളൊക്കെ ആരാ? ചേട്ടാ ഞങ്ങള് കണ്ടറിയില്ലേ, നമ്മുടെ അമ്പലം കെട്ടാൻ വന്ന എഞ്ചിനീയർ. ഇരിക്കേ. ഓക്കെ സാർ, താങ്ക്സ്. അപ്പോ നിങ്ങൾ എഞ്ചിനീയർ ആണോ? ചേട്ടാ ഞങ്ങള് അതെ സാറേ, ഇയാൾ എഞ്ചിനീയർ, ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാ നിങ്ങൾ ഈ അമ്പലം കിട്ടും. ഇവര് വീട്ടിലെത്തിയോ? നിങ്ങൾ പറയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമ്പലം ഏതാ? ചോദ്യം ചോദിക്കാൻ അറിയാവുന്ന നാടുവാടിക്ക് ഈ ചോദ്യം ആരോടെ ചോദിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. നമ്മുടെ നാടിന്റെ ഐശ്വര്യവും നമ്മുടെ നാടിന്റെ അഭിമാനവുമായ തഞ്ചാവൂർ ക്ഷേത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്ന്. അത് മാത്രമല്ല
ക്ഷേത്രത്തിന്റെ നടുഭാഗത്തുള്ള ലിംഗത്തിന്റെ ഉയരം 12 അടിയാണ്. ഇത് നമ്മുടെ നാടിന്റെ അഭിമാനം തന്നെയല്ലേ? ആ ലിംഗത്തെ താങ്ങി നിർത്തുന്ന പീഠത്തിന്റെ ഉയരമാണെങ്കിലോ 18 അടിയാ. ഇത് നിർമ്മിച്ചവരുടെ കഴിവല്ലേ? അത് മാത്രമല്ല, ക്ഷേത്രത്തിന്റെ മൊത്തം ഉയരം എന്ന് പറഞ്ഞാലോ 216 അടിയാ. ഇത് പൂർവികരുടെ കഴിവ് തന്നെയല്ലേ? ഗർഭപിണ്ഡത്തിനും നന്ദി പ്രതിമയ്ക്കും ഇടയിലുള്ള ദൂരം 246 അടിയാ. ഇത് മൊത്തം നമ്മുടെ നാടിന്റെ അഭിമാനമല്ലേ? നമ്മുടെ നാട്ടുകാർ തന്നെ നിർമ്മിച്ച ഒരേ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് തഞ്ചാവൂർ ക്ഷേത്രമാ. ഇതൊക്കെ എങ്ങനെ നിനക്കറിയാടാ? എല്ലാം വാട്സാപ്പിൽ കണ്ടാടാ. ആ സന്തോഷം. എന്റെ മനസ്സിലുള്ള കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞു. താനാണ് ഈ നാട്ടിൽ അമ്പലം കെട്ടുക. എന്താ ശരിയല്ലേ? ഞാൻ പറയുന്ന കേട്ട് ഉമാർ ക്ഷേത്രം കെട്ടം പറയണോ? കമ്മിറ്റായി ബ്രോ. ഓസിയില് തങ്ങുന്നു തിന്നുന്നു. ഇത് ഭവാനി എന്റെ മോളാ. മദ്രാസിലാണ് പഠിച്ചത്. ഈ പെണ്ണാണോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അഹങ്കാരം. മോനെ, ദേവിയുടെ അനുഗ്രഹം എന്തായാലും ഉണ്ടാവും. ധൈര്യമായിട്ട് നിങ്ങൾ അമ്പലം കെട്ടിക്കോളൂ. ആ മോളെ, വേലുവിന്റെ നിന്ന് താക്കോല് വാങ്ങി ഇവരുടെ കയ്യിലോട്ട് കൊടുത്തോളൂ. ശരി അച്ഛാ. എടാ എന്തിനാടാ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞേ? ബ്രോ അങ്ങനെ പറഞ്ഞാലേ നമ്മൾ വിചാരിച്ച ഷൂട്ട് ചെയ്യാൻ പറ്റും. ശരിയാ, ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ സത്യം പറയുമ്പോ എന്താ ബ്രോ നന്നായിട്ടല്ലേ പൊക്കോണ്ടിരിക്കുന്നേ? തനിയെ വന്ന എഞ്ചിനീയർ ക്യാരക്ടർ എന്തിനെടുത്ത് മാറ്റുന്നേ? എടാ, നമ്മൾ എഞ്ചിനീയർ അല്ല മീഡിയക്കാരാണെന്ന് ഭവാനി അറിഞ്ഞാലുണ്ടല്ലോ, അവൾക്ക് നല്ല വിഷമാവില്ലേ? ഓ, കഥ അങ്ങനെയല്ലേ പോകുന്നേ? ഞാൻ എല്ലാ കാര്യങ്ങളും ഭവാനിയോട് പറഞ്ഞാലോന്ന് ആലോചിക്കുന്നത്. അവള് പെർമിഷൻ തരുവാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എന്താ ചെയ്യണേ നമുക്ക് ആലോചിക്കാം. ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ഈ നാട്ടുകാരെങ്ങനെ പറഞ്ഞ് തല്ലി കൊല്ലും. ഓൾറെഡി ഇവിടുത്തെ പിള്ളേരൊന്നും കാണുന്നില്ലെന്ന് പറയുന്നത്. ഇനി അതിന്റെ കാരണം നമ്മളാണെന്ന് പറഞ്ഞു കളയും. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യാ? ഓ, അച്ഛൻ ദേവിക്ക് അമ്പലം പണിയാൻ പറയുന്നു, നീ അയാളുടെ മോളെ കെട്ടണമെന്ന് പറയുന്നല്ലേ? മീഡിയക്കാരാണ് നിങ്ങള്. ഈ കാര്യം എന്റെ അച്ഛൻ അറിഞ്ഞോണ്ടല്ലോ നിങ്ങളെ രണ്ടുപേരെയും കൊന്ന് കുഴിച്ചു മൂടും. എന്താ അങ്ങനെ ചെയ്യട്ടെ? പിടിച്ചോ. നിന്നെ കണ്ടാ സെക്കൻഡ് തന്നെ തീരുമാനിച്ചാ നീയാണ് എന്റെ വൈഫ് എന്ന്. ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഏത് ചാനലാടാ വെക്കാൻ പോന്നെ? ഭവാനി, ഭവാനി പണി കിട്ടിയല്ലോടാ. നോട്ടത്തിൽ പെണ്ണെ അതിൽ വീണു പോയി ഞാനു തേടി തേടി ഞാൻ വന്നു നിന്നെ കാണാൻ എന്തു രസം. ഒറ്റ നോട്ടത്തിൽ പെണ്ണെ അതിൽ വീണു പോയി ഞാനു തേടി തേടി ഞാൻ വന്നു നിന്നെ കാണാൻ എന്തു രസം. കണ്ണാല എന്നെ പിച്ചിച്ചിന്നല്ലേ പുന്നാര എന്നെ ഉമ്മ വയ്ക്കല്ലേ. പിന്നാലെ വന്ന് എന്നെ കൊല്ലല്ലേ. നിന്നാലെ വന്ന് ഷോക്കടിക്കല്ലേ. ഇനി വരും പ്രേമിച്ചിടാം മിഴികളിൽ പ്രേമപ്പൂവായി. ഇനി വരും നീയും ഞാനും ഒന്നായി തീർന്നിടുവാൻ. വേഗം 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 നല്ല കാലം വരാൻ പോകുന്നു. നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മി വരാൻ പോകുന്നു. കണ്ണെല്ലാം മങ്ങിപ്പോയി, വിണ്ണിലായി മുങ്ങിപ്പോയി. കാറ്റത്ത് പറന്നിടാൻ നാം ഒന്ന് തോഴനായി നിനക്കായി ഞാൻ ഇരിക്കാം. നിഴലായി നിന്നൊപ്പം ഞാൻ അണയാം. പെണ്ണെ നെല്ല് നീ പറയി നീയൊന്ന് നിന്നാൽ ഞാനൊന്ന് വന്നാൽ സമ്മതം നൽകി നീയൊന്ന് വന്നിടുമോ? പുറകെ വരുവാണല്ലോ. എഞ്ചിനീയറെ, I like your daughter. She's not accepting me. Can you please help me? വേണ്ട ചെയ്യും. ഇപ്പൊ എങ്ങനെയുണ്ട്? വേഗം 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 താഴേക്കിട്. വേഗം പിടിച്ചോ. ഇവിടെ ഞാൻ നോക്കണം. ചിരിക്കുമോ കൺമണിയേ? ഞാൻ എടുത്തോളാം. ചേട്ടാ, സ്കൂളിന് ടൈമായി, പെട്ടെന്ന് പോ. എടാ നീയോ? ഓ അയ്യോ അയ്യോ അയ്യോ, എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? കോപമോ നിനക്കിപ്പോ അഴകായി, നെഞ്ചിലായി തുടിക്കുന്ന മനമാണോ ഇനി ജീവിതം? പോയടി എൻ കൂടെ പോരൂ, നിൻ കൂടെ ഞാനും വന്നിടാം. കൺമണി നീ എന്നും എന്റേതല്ലേ?
ചേട്ടാ ഒരു സോപ്പ് പൊടി പിന്നെ ഒരു ഫേസ് പൗഡർ. ഈ കടയിൽ എനിക്കൊന്നും വേണ്ട, നിങ്ങൾ തന്നെ വെച്ചോ. എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഒറ്റ നോട്ടത്തിൽ പെണ്ണെ അതിൽ വീണ് പോയി ഞാനോ തേടി തേടി ഞാൻ വന്നു. നിനക്ക് എന്തൊരു ഭ്രാന്താണോ? പോടാ. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് നടക്കടി. എന്താ ഗ്രാമത്തലവാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഇതുവരെയായിട്ട് നമ്മുടെ നാട്ടില് 8 കുട്ടികളെ കാണാതായിട്ടുണ്ടെന്നാ കേട്ടത്. ഇതുപോലൊരു സംഭവം മുമ്പ് നടന്നിട്ടേ ഇല്ല. കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തിയ മക്കളെ നരിയാണോ നായാണോ കൊണ്ടോയോന്ന് അറിയാത്ത ജീവിതം ചത്തുപോകുന്നത് ഇതിലും നല്ലത്. ഇതൊക്കെ ആലോചിക്കുമ്പോ നെഞ്ചു വിങ്ങി പൊട്ടുവോ മുതലാളി? ഇനി ആരും കുട്ടികളെ നഷ്ടപ്പെട്ടിട്ട് എന്നെ പോലെ ജീവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആരും ഇവിടെ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വേദന മക്കൾ നഷ്ടപ്പെടുത്താന്ന് കേട്ടിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചേട്ടാ ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ? ആദ്യം പോലീസിനെ ഇൻഫോം ചെയ്യേ, അപ്പോഴല്ലേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുക. ഇവിടെ പോലീസ് ഒന്നും വരാൻ ഇതുവരെ ഈ മണ്ണില് പോലീസുകാർ വന്നിട്ടില്ല. ഇതൊക്കെയാണ് നിങ്ങൾ വലിയ കാര്യമായിട്ട് കരുതുന്നത്. പോലീസ് വന്ന മോശമാണെന്ന് വിചാരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതെ അതെ, പോലീസ് വന്നാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. ഇത് പ്രശ്നമാവുമല്ലോ. നമസ്കാരം. നമസ്കാരം. എത്ര പിള്ളേരെ കാണാതെ പോയിട്ടുണ്ട്? 8 കുഞ്ഞുങ്ങളാണ്. 8 പിള്ളേരെ? ഇത്രയും പിള്ളേരെ കാണാതായിട്ടും 1, 2, 3 നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുവായിരുന്നോ? എന്ത് ചെയ്യുമായിരുന്നു നിങ്ങള്? പറയണോ. ഇതുകൊണ്ടാ നിങ്ങളുടെ നാട്ടിലൊരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ക്രൈം ഒക്കെ നടക്കുമായിരുന്നോ? എന്തിനാ സാറേ പഴയ കഥയൊക്കെ പറയുന്നേ? ആദ്യം കുഞ്ഞുങ്ങളെ കണ്ടെത്തി താ സാറേ. നിങ്ങളുടെ കുട്ടിയാണോ കാണാതെ പോയത്? നരി പിടിച്ചോണ്ട് പോയെന്ന് സ്വാമി പറഞ്ഞു സാർ. സ്വാമിയാ? അത് സ്വാമിയാ പറഞ്ഞേ. ആരാ മന്ത്രവാദി? ഇതൊക്കെ നിന്റെ പണിയാണോ? സാറേ ഇതെന്റെ അനിയനാ. അനിയനാ? നാട്ടിലൊരു സമാധാനം. രാത്രി ഉറക്കമില്ലാതെ എല്ലാവരും പേടിച്ചിട്ടാ സാറേ ജീവിക്കുന്നത്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്ക്, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. എത്ര നാളായിട്ട് പറയുന്നു, ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? എടാ കോൺസ്റ്റബിളെ, എല്ലാവരുടെയും കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കേ. വാങ്ങാം സാർ. ഇവനെ കണ്ടാലും എനിക്കൊരു സംശയമുണ്ട്. അയ്യോ, നമ്മളെ പിടിക്കുമെന്നാ തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഈ നാട്ടില് പോലീസ് വരുന്നത്. പോലീസ് വന്നല്ലോ. പോലീസ് ഇല്ലാതെ ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത്? എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിലാണോ തീരുമാനിക്കുന്നത്? ഭയങ്കര കഷ്ടം തന്നെ. അല്ല ബ്രോ, പോലീസ് എൻക്വയറി ചെയ്തെല്ലാം ഷൂട്ട് ചെയ്തില്ലേ? അല്ല പോലീസ് വന്നില്ലേ? ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതല്ല, ഇനി നമ്മുടെ നാട്ടില് ഒരു കുഞ്ഞിനും കൂടി നഷ്ടപ്പെടാൻ പാടില്ല. അൻപ്, നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അതല്ലേ ഞാൻ പറഞ്ഞത്, പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ രീതിയിൽ അന്വേഷിക്കാം. അതെ ആനന്ദ്, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. പറ ബ്രോ. എടാ ഓരോ സ്ട്രീറ്റിലും ഒരു ക്യാമറ വെച്ച് ഫിക്സ് ചെയ്താലോ? ഈ കംപ്ലീറ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ലേ? 24/7 നമുക്ക് ഫുൾ ഏരിയ വാച്ച് ചെയ്തോണ്ടിരിക്കാം. ആരാ എന്താ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. നീ എന്ത് പറയുന്നു? എവിടെയൊക്കെ വെക്കണമെന്ന് ഞാൻ പറയാം. ഡീൽ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, പെർഫെക്റ്റ്. ശരി വാ. പെട്ടെന്ന് ക്യാമറ ഫിക്സ് ചെയ്യാൻ ആരെങ്കിലും വന്നാ പെട്ടെന്ന് ചെയ്യടാ. ഞങ്ങൾ നോക്കുന്നുണ്ട്. വേഗം ഫിക്സ് ചെയ്തിട്ട് ഇറങ്ങണം. മതി മതി, വാ ഇറങ്ങ. ഇത് ഫസ്റ്റ് ക്യാമറ, സെക്കൻഡ്, ഇത് ഫോർത്ത്. ഓക്കെ അല്ലേ? ഓക്കെ, 4 സ്ട്രൈറ്റ് ഓക്കെ അല്ലേ? പെർഫെക്റ്റ്. ആ 4ാമത്തെ ക്യാമറ മാത്രം ഒന്ന് കാണിച്ചേ. എല്ലാം കറക്റ്റാടാ. ഇത് മേലത്തെ തെരുവ്. ഓക്കെ. ഇത് പഞ്ചായത്ത്, ഇത് താഴത്തെ തെരുവ്. സൂപ്പർ. ഇനി ആരെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് കാണാലോ. പാമ്പ്. എന്ത്? കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പോണ നരിയല്ല പാമ്പാണെന്നോ? പാമ്പിനെ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലോ. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എടാ ഇവിടെ നോക്കി. ഇയാളെ ഇത് നരിയൊന്നുമല്ല, ഏതോ കള്ളന്മാര് ചെയ്യുന്ന പണിയാ. ഇയാ ആ 4ാമത്തെ ക്യാമറ നോക്കിയേ. ഇത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അല്ലേ? ആ തെരുവിനല്ലേ ഇത്? നീ വാടാ പോയി നോക്കാം. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രല്ല പരിഹാരം പറഞ്ഞു കൊടുക്കും.
അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ. ഈ അവസാന കുട്ടിയെ നീ എടുത്തുകൊള്ളുമുണ്ടോ? നിങ്ങൾ നീ തിരിച്ചു വന്നു വിചാരിച്ചപ്പോ നാട് വെച്ചിട്ടാണോ വന്നത്? നീ നാട്ടിൽ നിന്ന് കാണാതെ കുഞ്ഞുങ്ങളെല്ലാം നീയാ കൊണ്ടുപോയതല്ലേ? ആ കുഞ്ഞിനെ തള. നിനക്ക് എന്ത് പോകുന്നില്ലടാ. നീ പറ്റുന്ന ദേഷ്യം വന്നാ നിന്നെ മാത്രമല്ലടാ എന്നെ നീ ചാവടാ. നീ ചത്ത് തൊലേ. ഇങ്ങോട്ട് തള. നിന്റെ വംശം നശിപ്പിക്കാതെ ഞാൻ ഈ കൂട്ടരെ ഒന്നും വിട്ടേക്കരുത്. കണ്ടോ വെട്ടി കൊന്നേക്കണവന്മാരെ. ഇവര് ചെയ്ത തെറ്റ് ഇവർക്ക് തന്നെ വിനയായി. ഇവരെ ചാക്കിൽ കെട്ടി കാട്ടിക്കൊണ്ടേറി. ശരി 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 അങ്ങനെ തന്നെ ചെയ്യണം. ശരി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി നന്ദിയുണ്ട് മോനെ. ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ഒരുപാട് കാശിട്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൂടെ ചേർന്നത് അവന്മാരുടെ കയ്യിലേക്ക് കിട്ടിയ തുണ്ടമാക്കി കളയും. മര്യാദയ്ക്കുള്ള പണി ചെയ്ത് ജീവിച്ചാൽ മതിയായിരുന്നു. എല്ലാം നാശമായില്ലേ, മുടിഞ്ഞു. അവന്മാര് വെട്ടി കഷ്ണങ്ങളാക്കിയില്ലേ. മരിച്ച മോന് വേണ്ടി സമാധി കെട്ടാൻ പോവാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും. കെട്ടും കെട്ടും. ഇത് എങ്ങോട്ടാ നിങ്ങളീ പോകുന്നേ? അയ്യോ, ഞാൻ മടുത്ത് എനിക്ക് നടക്കാൻ മേല. അയ്യോ എനിക്ക് വയ്യ. അയ്യോ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് നമുക്ക് പോകണം. വാ, നമുക്ക് പോകാം. അമ്മേ ഭഗവതി ആനന്ദരൂപിണി ആദിപരാശക്തി എന്നും നിറഞ്ഞു നിന്നിടും ഭദ്രേ അഖിലാണ്ടേശ്വരി നീയേ ഉലകിൽ നിറയും ശക്തി. അമ്മാ നിൻ തിരുനടയിൽ വന്നണയും ഞങ്ങൾക്കായി അനുഗ്രഹം ചൊരിഞ്ഞിടണേ.
എന്നും മംഗളം നൽകിടണേ. പരമ്പൊരുളെ എന്നും വരമരുളൂ, തായായും തുണയായും അമ്മയുണ്ടേ. തായേ ആദിശക്തി, ഉലകം നിറയും ശക്തി. തായേ ആദിശക്തി, ഉലകം നിറയും ശക്തി. ഒരു നാഗപ്പാമ്പായി ലോകമെങ്ങും നിറഞ്ഞവളെ, ഉടുക്കുകൊട്ടി നിൻ പൂകൾ പാടാം ഉടനെ വന്നിടുമോ. ആടിമാസം പൂത്തു നിറഞ്ഞു കൂട്ടര ഭക്തരെത്തി, വേപ്പില പോലെ വേദന തീർക്കാൻ ഒന്നായി ചേരുന്നീതാ. ഭദ്രകാളിയമ്മ ഭദ്രകാളിയമ്മ ഉഗ്രകാളിയമ്മ മഹാകാളിയമ്മ. ചേട്ടാ, ഇതാണ് നടപ്പാത. ഇതിലേ പോയി കഴിഞ്ഞാൽ അതിന് മുമ്പിൽ എത്താൻ സാധിക്കും. ഈ വലതുഭാഗത്ത് കാണുന്നതാണ് മണ്ഡപം. പിന്നെ മേലെ നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണ കലശം കാണാൻ കഴിയും. മനസ്സിലായി. പിന്നെ ഇടതുഭാഗത്തൊരു കുളമുണ്ട്. എല്ലാം വാസ്തു നോക്കി ചെയ്തു തന്നെ. ആയിക്കോട്ടെ, ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ചെയ്ത പണിക്ക് കൂലി മേടിച്ചുകൊണ്ട് പോവാൻ നോക്കിക്കോ. സാർ, ഒരു കാര്യം പറയാൻ. ഐ ലൈക്ക് യുവർ ഡോട്ടർ. ഷീ ഈസ് നോട്ട് അക്സെപ്റ്റിംഗ് മീ. പ്ലീസ് ഹെൽപ്പ് മീ. നാടുവാഴി എന്ന് വെച്ചാ ഒന്നും അറിയാത്ത പൊട്ടനാണെന്ന് വിചാരിച്ചോ? ഞങ്ങൾക്കും വിവരമൊക്കെ ഉണ്ട് മോനെ. ഇല്ല സാർ, അത് ഭവാനിയെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ എഞ്ചിനീയർ ഒന്നും അല്ല, ചാനലിൽ നിന്ന് വന്നതാണ്. ഈ പ്ലാനൊന്നും ഞാൻ ചെയ്തതല്ല, എല്ലാം ഭവാനിയാണ് ചെയ്തത്. ഇതല്ലേ പറയാൻ പോകുന്നേ? അതേ വേറെ നിന്നോട് പറയാൻ പോകുന്നേ? സാറേ, അത് പിന്നെ നിങ്ങൾ പോയിക്കോ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അച്ഛാ, ഞാൻ പറയുന്നു. നീ മിണ്ടിപ്പോരുത്. അൻവിന്റെ അച്ഛനോടും അമ്മയോടും വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നാൽ ഉടൻ തന്നെ നല്ലൊരു ദിവസം നോക്കിയിട്ട് നിശ്ചയവും നടത്തി നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം. മോനെ, അമ്പലം കെട്ടുന്നതിന് മുമ്പ് ഭവാനിയുടെ കഴുത്തില് താലി അങ്ങ് കെട്ട. ഉലകിൽ നീയേ ശക്തി, നാടും കാക്കുമമ്മേ നിൻ ക്ഷേത്രത്തിൻ തിരുനടയിൽ, ശൂലം കൊണ്ട് ശോധന തീർക്കും നീയേ ഒളിവിളക്ക്. കാവൽ നീയേ കാത്തിടുതായേ നീയേ മണിവിളക്ക്. ന്യായം തീർക്കും നന്മകൾ ലഭിക്കും നീയേ മണിവിളക്ക്. ഭദ്രകാളിയമ്മ ഭദ്രകാളിയമ്മ ഉഗ്രകാളിയമ്മ മഹാകാളിയമ്മ. ഭദ്രകാളിയമ്മ ഉഗ്രകാളിയമ്മ ഭദ്രകാളിയമ്മ മഹാകാളിയമ്മ. തായേ ആദിശക്തി, ഉലകിൽ നീയേ ശക്തി. അമ്മ നിൻ തിരുനടയിൽ വന്നണയും ഞങ്ങൾക്കായി അനുഗ്രഹം ചൊരിഞ്ഞിടണേ. എന്നും മംഗളം നൽകിടണേ. പരമ്പൊരുളെ എന്നും വരമരുളൂ, തായായും തുണയായും അമ്മയുണ്ടേ. തായേ ആദിശക്തി, ഉലകം നിറയും ശക്തി. തായേ ആദിശക്തി,
കണ്ടില്ലേ എന്റെ കഴിവ്? വെട്ടി തുണ്ടം തുണ്ടാക്കിയത് ഞാൻ ഒട്ടിച്ചെടുത്തില്ലേ? ഈ നാട്ടുകാരുടെ വിചാരം ഞാൻ എവിടെയെങ്കിലും ഓടി ഒളിച്ചെന്നായിരിക്കും. അവന്മാരോടൊക്കെ ചെന്നൊന്ന് പറയേ, എന്റെ മകൻ തിരിച്ചു വന്നെന്ന്. 1000 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്നെന്ന് പറയേ. മരിച്ചുപോയവര് പ്രേതമായിട്ട് തിരിച്ചു വരും. പക്ഷെ ഞാൻ ജീവനോടെ തന്നെ തിരിച്ചു വന്നു. ഈ ഗ്രാമത്തെ വേട്ടയാടാൻ പോകുന്നു. ഭവാനി, 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 കുഞ്ഞെവിടെ? ആ, കുഞ്ഞിനെ കാണുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെയാ പോയത്? അച്ഛൻ്റെ അടുത്ത് നോക്കട്ടെ. അച്ഛാ, 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 എന്താ കുഞ്ഞിനെ എടുത്തായിരുന്നോ? ഇല്ല, കുഞ്ഞിനെ കാണുന്നില്ല അച്ഛാ. കുഞ്ഞെവിടെ അച്ഛാ? അത് ഭൂതം വന്ന് എടുത്തോണ്ട് പോയി. എന്ത്? എന്താ പോകേണ്ടടുത്തേക്ക് പോയെന്നോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്നെ വെട്ടി തൊണ്ടാക്കും ഞാൻ. ആരെ വിട്ടോന്ന് ഈ പറയുന്നത്? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കൊച്ചിനെ വരുന്നുണ്ട് വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഒറ്റടത്തിനും വിടരുത്. നിന്നെയൊക്കെ കൊന്നു പിന്നെ വന്നല്ലേ? എന്റെ മോന്റെ അവതാരം കാണ്. മരിച്ചവനെ ജീവനോടെ കണ്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ? നന്ദിയേട്ട നായേ, എന്റെ കൊച്ചിനെ തിരിച്ചതാടാ. നീ എന്നോട് ക്ഷമിക്കാവുന്നോ? ഞങ്ങള് മരണത്തെ ജയിക്കുന്നവരാണ്ടാ. ഈ കുഞ്ഞിനെ ബലി കൊടുത്തതും എന്റെ മകൻ ഉയരത്തിലേക്ക് പോകടാ. മേലെ മേലെ ആർക്കും തൊടാൻ കഴിയാത്ത ഉയരത്തിലേക്ക് പോകും. എന്ത് സ്വത്താ ഉള്ളതെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? ഇനി ഈ ലോകം തന്നെ അവന്റെ സ്വത്താണ്ടാ. ഇനി അവന്റെ കാൽ എല്ലാം കാണ് കാണ് കണ്ട് സന്തോഷിക്കടാ. നന്ദിയില്ലാത്തവനെ നിന്നൊന്ന് കൊല്ലൂടാ. അന്ന് എന്റെ മോൻ കെഞ്ചിയപ്പോ നീ നോക്കി നിന്നില്ലേ? ഇനി നീ കരയടാ. കരയേ. നീ കരയുന്ന ശബ്ദം എനിക്ക് കാതിൽ കൂടെ തലയിൽ കേൾക്കണോടാ. വിടടാ, എന്റെ കുഞ്ഞിനെ കാണാ. ഇന്ന് നീ വരുന്ന അമാവാസിക്ക് നിന്റെ കുഞ്ഞ് ഇതൊക്കെ കണ്ടിട്ട് നിന്റെ അച്ഛനും ചാകും. അമ്മേ ദേവി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കുക. ആദിപരാശക്തി, ആദിപരാശക്തി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കുക. അമ്മേ മഹാമായേ, അമ്മേ ദേവി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാമേ. എങ്ങനെയെങ്കിലും ഈ ദുഷ്ടന്മാരിൽ നിന്ന് എന്റെ കുഞ്ഞിനെ രക്ഷിക്കമ്മ. ഭവാനി മോളെ, വാടാ പൊന്നുമോനെ, മുണ്ട് എന്റെ അടുത്ത് കൊണ്ടുപോയാ ഞാൻ.
ഇനി മുതൽ നമ്മുടെ സമയമാണ്. രാക്ഷസന്റെ വീടിന്റെ വാതിൽ തട്ടാൻ ആർക്കാണ് ധൈര്യം? അമ്മ വന്നില്ലേ മോളെ, കരയാതിരിക്കും. ഞാൻ നോക്കിക്കോളാം. മരിച്ചുപോയ ഞാൻ തിരിച്ചു വന്നതാ. നിന്നെ നശിപ്പിക്കാനാ ഞാൻ തിരിച്ചു വന്നത്. ഇനി നടക്കാൻ പോകുന്നത് ദുഷ്ട സംഹാരം. എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആരെയും വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. എഞ്ചിനീയറെ, അവര് കാടിന്റെ ഉള്ളിൽ തന്നെയുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ എല്ലാവരും പറയണേ എഞ്ചിനീയറെ. നിങ്ങളെയും കെട്ടിയിട്ടൊക്കെ വേണോ എഞ്ചിനീയറെ? അയ്യോ, നിന്നെ കൊല്ലോടാ, നിന്നെ കൊല്ലോടാ. അമ്മേ മഹാമായേ, മാന്ത്രികം, ജനവസ്യം, ധനവസ്യം, മോഹനം, മാഹാർസനം, കദംബനം, ഉച്ചാടനം, മാരകം, വേദകം, വിദ്വേസനം, യോഗം, യാഗം, യന്ത്രം, നിസ്കൈ, നീച്ചെ, വൈദ്യം, ശാസ്ത്രം, കുണ്ടലി വൈദ്യം, ജാലം, രസമണി, ആയം, കായകർപ്പം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യന് സ്വയം കൈകാര്യം ചെയ്യാം. ഈ പറഞ്ഞതെല്ലാം മനുഷ്യന് സ്വയം ചെയ്യാൻ കഴിഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും തമ്മിൽ പിന്നെ വ്യത്യാസമുണ്ടാകില്ല തായേ. പരാശക്തി അമ്മേ, ഈ ഗ്രാമത്തെ ആ ആസുരന്മാരിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ. ഓം ശക്തി. എന്തോ ആയത് ഒന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോടി. ഇവളെപ്പോഴാ ജീവനോടെ തിരിച്ചു വന്നത്? ഇനി ഇവളും മായജാലമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിലും വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ പൊടി അവളുടെ മേത്തൊന്ന് വീണാ മതി. അത് കഴിഞ്ഞിട്ട് ഇവിടെ നടക്കാൻ പോണത് കാണ്. ഡാ, വേഗടാ, നീ വേഗട്ടെ. എന്റെ നല്ല കുട്ടിയല്ലേ, ഒരു പൊട്ട് വെക്കട്ടെ? അമ്മ അവിടെ വന്നിരിക്കുന്നത് ദേവിയാണെന്നറിയാതെ അവരെന്തൊക്കെയോ കെണിയൊരുക്കുന്നുണ്ട്. അമ്മ കാണുന്നുണ്ടോ? ഞാൻ അവരുടെ കൂടെ ഒന്ന് ഒളിച്ചു കളിച്ചിട്ട് വരാം അമ്മേ. എന്തുവാടാ ചെവിട്ടി വന്ന് ഊതിക്കൊണ്ടിരിക്കുന്നത്? ഞാനൊന്നുമല്ല. എന്തിനാടെ ചെവിയിൽ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നത്? ഞാനല്ലേ ജി. അയ്യോ നാടുവാഴി എങ്ങോട്ട് പോയി എങ്ങനെ പോയെന്നൊന്നും അറിയില്ല. ഭവാനിയോട് ചോദിച്ചാൽ തന്നെ അച്ഛൻ പുറത്തു പോയെന്നൊക്കെയാണ് ആ കൊച്ചു പറയുന്നത്. അവരിടയ്ക്കിടയ്ക്ക് പറയാതെ എങ്ങോട്ടാ പോകുന്നെന്ന് ആർക്കും അറിയില്ല. എഞ്ചിനീയർ മോനെ ഭ്രാന്ത് പിടിച്ച പോലെ കാട്ടിക്കൂടെ ഓടുവാണെന്നാ അവര് പറയുന്നത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തോ ബാധ കയറിയതാണെന്നാ തോന്നുന്നത്. മാടസ്വാമി, മയിലേ, ഞാൻ തന്നെയാ നിങ്ങളുടെ നാടുവാഴി. ഞാൻ വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? സ്വാമി, നിങ്ങളെങ്കിലും പറ. ഞാൻ പറഞ്ഞാൽ ഇവരൊക്കെ വിശ്വസിക്കുമോ? ഈ അഘോരി ജീവനോടെ വന്ന് നിൽക്കുന്നു. നാട്ടിലെ കാര്യം ആകെ പ്രശ്നമാണ്. യവന്മാരിങ്ങനെ വിട്ടാ നാടിന്റെ കാര്യം എന്താകും?
ഈ വിഷയമൊക്കെ നാടുവാഴിയോട് എങ്ങനെയാലും നമുക്ക് പറയണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ മഹാഭാവികള് എന്നെ കെട്ടിട്ടിരിക്കുക. ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ എത്ര വിഡ്ഢികളാണ്. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അദ്ദേഹം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കടുക്കാസ്വാമിക്ക് എന്താ എപ്പോഴാ പറയണേന്ന് അറിയില്ല. എല്ലാം നമുക്ക് പോലീസ് വരുമ്പോ പറയാം. ആ പറഞ്ഞ കാര്യം ശരിയാ, പോലീസ് വരുമ്പോ നമുക്ക് പറയാം. അതെ, അതെടാ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ശരി. കറുപ്പയ്യ ഒരു ചായ ഇട്. ശരി. ഇപ്പൊ കിട്ടും. ശരി സാർ, ഫോൺ അടിക്കുന്നു സാർ. ഹലോ സാറേ, ഞങ്ങൾ വടക്കാമ്പെട്ടി പഞ്ചായത്തിൽ നിന്ന് വിളിക്കുക. ആ പറ, പിന്നെ ഏതെങ്കിലും കുട്ടികളെ കാണാതെ പോയോ? ഇല്ല, നാടുവാഴിയെ കാണാനില്ല. എന്തു പറയുന്നത്? നാടുവഴിയെ കാണാനില്ലെന്നോ? മരിച്ചുപോയ അഘോരി തിരിച്ചു വന്നു സാർ. കാടിനുള്ളിൽ എവിടെയോ മറിഞ്ഞിരിക്കുക. എന്ത് നാടാടോ ഇത്? എപ്പോഴും മരണമാണല്ലോ. ഇപ്പൊ തന്നെ 8 കുട്ടികളെ കാണാതെ പോയി. പത്രത്തിലും TV ചാനലും ഒക്കെ നിങ്ങളുടെ നാടിനെ കുറിച്ചാണ് വാർത്ത കാണിക്കുന്നത്. അതിനുള്ളിൽ അടുത്ത ആളെയും കാണാതെ പോയോ? ശരി, ഞങ്ങളോട് പറഞ്ഞ വേറെ ആരോടും പറയാൻ പോകണ്ട. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ അങ്ങോട്ട് നേരിട്ട് വരാം. വന്നിട്ട് എല്ലാവരെയും ചോദ്യം ചെയ്ത് കണ്ടുപിടിക്കാം. എന്താണ് ഇത്? നാടുവഴിയും കാണാനില്ലെന്ന്. എന്ത് നാടാണോ എന്തോ? ആ വാ പോവാം, വാ പോയി എന്താ നോക്കാം, വാ. പാവ, പോലീസിന്റെ സമയം ശരിയല്ല. കേതുവിന്റെ അടുത്ത് ശനി വന്നു നിന്നാ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? അമ്മേ മഹാമായേ, നീയേ ഒരു രക്ഷയുള്ളൂ. ഓം ഹ്രീം ക്ലീം ഹ്രീം ഉണ്ടാവായ നമസി. ഒരുത്തനെ വിടരുത്. എല്ലാവരെയും പിടിക്ക്. വേഗം വാ, വേഗം വേഗം. വിടരുത്, വിടരുത്. ഇനി ആരെങ്കിലും ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നാൽ എല്ലാത്തിനെയും ഞങ്ങൾ പിടിച്ച് എല്ലാത്തിനും കൊന്ന് കത്തിച്ച് അതിലെ കരിയെടുത്ത് നിന്നെയൊക്കെ ഭസ്മമാക്കൂടാ. ഓടറാ, ഓടേ, ഓടറാ, തിരിഞ്ഞു നോക്കാതെ ഓട്. എല്ലാവരും നന്നായിട്ട് മയങ്ങിയിട്ടുണ്ട്. ഞാൻ അകത്ത് പോയി കൊച്ചിന്റെ അടുത്തോണ്ട് വരാം. നീ പുറത്ത് പോയി ആരെങ്കിലും വരണോ നോക്കണം. പൊക്കോ. ആ, എവിടെ പോയി? കുറെ നേരം ആയല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. ഒന്ന് പോയി നോക്കാം. ഓം ഹ്രീം 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 ഉണ്ടാവായ നമസി. ഐം ക്ലീം ഹ്രീം ഹീം ഉണ്ടാവായ നമസി. നും നം നിം നും ഉണ്ടാവായ നമസി. സിം ഹം ലം ബം ഉണ്ടാവായ നമസി. ഓം ഹ്രീം 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 ഉണ്ടാവായ നമസി. ഐ ഹ്രീം 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 ഉണ്ടാവായ നമസി. മുണ്ടാ. കണ്ടില്ലേ മുണ്ടാ, നിനക്ക് വേണ്ടി 9ാമത്തെ ബലി. നിന്നെ സന്തോഷിപ്പിക്കാൻ പോവാ, നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. എനിക്ക് മുഴുവൻ ശക്തിയും താമുണ്ടാ. സമയമാകാൻ പോകുന്നു. ഓം ഹ്രീം 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 മുണ്ടാവായ നമസി. ഐം ക്ലീം ഹ്രീം ഹീം മുണ്ടാവായ നമസി. നും നം നിം നും മുണ്ടാവായ നമസി. സിം ഹം ലം ബം മുണ്ടാവായ നമസി.
ഉണ്ടാ, നിന്റെ ബലി തയ്യാറായി. ഇനി ആരെ കൊണ്ടും ഒരു ശക്തിക്കും എന്തിന് ആ ദേവിക്ക് പോലും എന്നെ തടയാൻ കഴിയില്ല. ഞാൻ മരണമില്ലാത്തവനായി ഈ ലോകം തന്നെ എന്റെ കാൽ ചോട്ടിലാണുണ്ടാ. എന്താ ഇത്? നിനക്ക് 9 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ബലി നൽകില്ലേ? പിന്നെ എന്തിനാണ് മുഴുവൻ ശക്തി തരാൻ മടിക്കുന്നേ? ശക്തി താമുണ്ടാ. കുഞ്ഞിനെ ബലി തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലടാ. എന്താ പറയുന്നുമുണ്ടാ? വ്യക്തമാക്ക്. കുഞ്ഞല്ലടാ, അത് കുഞ്ഞല്ല. എല്ലാവരും നന്നായിട്ട് മയങ്ങിയിട്ടുണ്ട്. ഞാൻ അകത്ത് പോയി കൊച്ചിനെ എടുത്തോണ്ട് വരാം. നീ പുറത്ത് പോയി ആരെങ്കിലും വരണം നോക്കണം. അയ്യോ, ഞാൻ കുഞ്ഞല്ല, ഞാൻ വലിയ ആളാ. എന്നെ എടുക്കല്ലേ, എന്നെ അയ്യോ. നിന്റെ ബലി തയ്യാറായി. ആ ദേവിക്ക് പോലും തൊടരുത്. എന്താ ഞാൻ തൊട്ടാ? തൊടാൻ പാടില്ലടാ. ഇതെന്റെ കുഞ്ഞ. ഈ കുഞ്ഞിന്റെ അച്ഛൻ നീയല്ല. എടി ഭവാനി, ഞാൻ ആരാന്നറിയോ? എന്നെയാണോ നീ തടുക്കുന്നേ? നിനക്ക് പറ്റുമോ? പിന്നെ എന്തിനാണ് വേഷം മാറി വന്ന് നിൽക്കുന്നേ? ഭവാനി, ഈ കുഞ്ഞിനെ കൊല്ലാതെ ഞാൻ പോവില്ല. ഈ കുഞ്ഞിനെ കൊല്ലാൻ ഞാനും സമ്മതിക്കില്ലടാ. എന്റെ സർവ്വശക്തി ഉപയോഗിച്ച് ഇവിടെ എല്ലാം ഞാൻ ചാമ്പലാക്കി കളയും. അത് ഈ സർവേശ്വരിയുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ലടാ.
മുണ്ട മുണ്ടവായ നമസി മുണ്ട ഓം മുണ്ട മുണ്ട ഓം ഗ്രീം ഗ്രീം മുണ്ടവായ നമസി ഐം ഗ്രീം ഗ്രീം മുണ്ടവായ നമസി നിം നം നും മുണ്ടവായ നമസി സിംഹം ബം മുണ്ടവായ നമസി ഓം ഗ്രീം ഗ്രീം മുണ്ടവായ നമസി ഐം ഗ്രീം ഗ്രീം മുണ്ടവായ നമസി. എന്തിനാ തടുത്ത്? ഭവാനിനെ കൊന്ന് ചാമ്പലാക്കുമായിരുന്നു. എന്തിനാ തടുത്ത്? അത് വെറും മനുഷ്യാത്മാവല്ല. അറിയാം, എനിക്കത് നന്നായിട്ട് അറിയാം. എനിക്കറിയാത്തതായിട്ട് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. എനിക്കെല്ലാം അറിയാം. അവൾ വെറും പ്രേതം, മനുഷ്യ ശരീരം, ദേവിയുടെ ശക്തി മാത്രം, അത് മാത്രമേ ഉള്ളൂ. അത് ദേവതയല്ല, ശക്തി. അതും ആദിശക്തി, 5 ആദിശക്തി. നിന്റെ മന്ത്രമായ ഒന്നും കൊണ്ട് അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താ പറഞ്ഞേ? എന്റെ ശക്തിയെക്കാളും അവളുടെ ശക്തി വലുതാണെന്നോ? എന്നാ കാണണമല്ലോ. പറ്റില്ല, അവളെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റില്ല. സൂക്ഷിച്ചു വേണം ഇല്ലാതാക്കാൻ. എങ്ങനെ? അവൾ 5 ആദിശക്തിയാണെങ്കിലും എടുത്ത അവതാരം മനുഷ്യരൂപമാണ്. ഇത് മാത്രം മതി അവളെ ബന്ധനസ്ഥയാക്കാൻ. ശരിക്കും മര്യാദക്ക് പറയേ. ഭവാനി ആത്മാവിനെതിരായിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു പ്രേതാത്മാവിനെ കൊണ്ടുവന്നാൽ അവളെ ബന്ധനസ്ഥയാക്കാം. അതിനുശേഷം അവൾ ശക്തിയില്ലാത്ത രൂപമായി നിന്റെ കാൽക്കൽ വീഴും. നിന്റെ ശക്തിയെ തോൽപ്പിക്കാൻ 1000 ജന്മമെടുത്താലും കഴിയില്ല. നിന്റെ ചേടത്തി 2ാമത്തെ പ്രസവത്തിനായിട്ട് ആശുപത്രി പോകുന്ന സമയത്ത് എന്റെ കൺമുന്നിൽ വെച്ചാടാ മരിച്ചുപോയത്. ആ സമയത്ത് എനിക്ക് ജീവിതം തന്നെ വെറുത്തുപോയിരുന്നു. ഓ, 2ാമത്തെ കുട്ടി മരിച്ചുപോയോ? ആ, കണ്ടുപിടിച്ചു. എന്റെ ചേട്ടൻ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച ശേഷം കർമ്മങ്ങൾ ചെയ്ത് ആത്മശാന്തി കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ഗർഭത്തിലുണ്ടായിരുന്ന കുട്ടിക്ക് ഒരു കർമ്മവും ചെയ്തിട്ടുണ്ടാകില്ല. അത് മറന്നും പോയിട്ടുണ്ടാകും. ഇത് ഈ ലോകത്ത് എല്ലാരും ചെയ്യുന്നത് തെറ്റല്ലേ? ആ തെറ്റ് നമ്മൾ ഉപകാരപ്പെടുത്തണം. ഭവാനിയുടെ അമ്മയുടെ വയറ്റിലുണ്ടായിരുന്ന 9 മാസമായ കുട്ടി പ്രേതാത്മാവായി മാറി ഇന്നും ഗതി കിട്ടാതെ അലയുകയായിരിക്കും. അതിനെ ഉണർത്തി വിട്ടെന്നാൽ ഭവാനിയുടെ ശക്തിയെ നമുക്ക് ഇല്ലാതെയാക്കാം. അതിനുശേഷം ഭവാനിക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും കഷ്ടകാലം തന്നെയായിരിക്കും. അടിമ എന്റെ അടിമ. സ്വാമി എഴുന്നേൽക്കൂ. അമ്മേ, മഹാമായേ, മഹാശക്തി രക്ഷിക്കണേ, പരാശക്തി രക്ഷിക്കണേ. ആ ദുഷ്ട അസുരന്മാരെ നശിപ്പിക്കാനും ഈ ഭൂമിയെ രക്ഷിക്കാനും എന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെയും ഗ്രാമത്തിനെയും രക്ഷിക്കാൻ വേണ്ടി നിന്നെ കൊണ്ട് എനിക്കൊരു സഹായം ആവശ്യമുണ്ട്. പറയൂ അമ്മേ. കാറ്റ് വീശാതെ, ആരും കാണാതെ, വെയിൽ കൊള്ളാതെ, ദുഷ്ടജനങ്ങൾ അറിയാതെ സൂര്യന്റെ കണ്ണ് വെട്ടിച്ച് ചുറ്റും വിളക്കുകൾ കൊളുത്തി ബ്രഹ്മമുഹൂർത്തത്തിൽ മുങ്ങിക്കുളിച്ച് മനസ്സ് ശുദ്ധമാക്കി ദേവിയുടെ മുന്നിൽ വച്ച് മനസ്സിൽ കളങ്കമില്ലാതെ നവധാന്യങ്ങളാൽ അർപ്പിച്ച് നവഗ്രഹങ്ങളുടെ അനുഗ്രഹത്തോടെ 8 ദിവസങ്ങളിലും മുടങ്ങാതെ ശുദ്ധിയോടെ പൂജ ചെയ്ത് 8ാമത്തെ ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ അമ്മയുടെ പൊങ്കൽ നിവേദ്യവും വിരിയാത്ത കോഴിമുട്ടയും പച്ചവാഴയിലയിൽ വെച്ച് യമനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കംസനെ നശിപ്പിക്കാൻ കാളിയായിട്ടും മായാ മന്ത്രങ്ങൾ ആവാഹിച്ച ദേവിയായിട്ടും എല്ലാ ശക്തിയും ഉൾക്കൊണ്ട മഹാകാളിയായിട്ടും രാക്ഷസന്മാരെ കൊല്ലുന്ന ഭദ്രകാളിയായിട്ടും ധർമ്മങ്ങളെ രക്ഷിക്കുന്ന ദേവിയായിട്ടും മക്കളെ കാത്തു സൂക്ഷിക്കുന്ന അമ്മയായിട്ടും മുണ്ടനെ സംഹരിക്കാൻ വരുന്ന ആദി പരാശക്തിയായും ഞാൻ വരും. അമ്മയായി വന്നുവോ നീ, ധർമ്മത്തിനായി പിറന്നവളെ, വരമരുളിയവളെ, എന്നമ്മയായി കാണുന്നതായേ തങ്കമകളെ മഹാകാളി ദേവി പരാശക്തി. നോക്ക്, പാല് തിളച്ചു പോകുന്നു നോക്കി. ചേച്ചി, ആ തുണി ഒന്ന് തരൂ. നീ അതെടുത്ത് അവിടെ വെച്ചേക്ക്. എന്താ സ്വാമി ദേവിക്ക് ചെയ്യേണ്ടത് ഭവാനിക്ക് ചെയ്യുന്നത്? ദേവി ആദിപരാശക്തി ജ്ഞാനരൂപിണി അങ്ങനെ എല്ലാമായി വേഷം മാറി വന്നിരിക്കുകയാണ്.
നിങ്ങളിട്ട പൊങ്കാല ഇവൾക്കുള്ളതാണ്. സ്വാമി പറയുന്നത് സത്യം മോളെ. നാട്ടുകൂട്ടത്തിലായിരുന്നു നമ്മുടെ കുറവുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ അതെല്ലാം ഭവാനിയോടാ പറയുന്നത്. നാട്ടില് മൊത്തം പ്രശ്നങ്ങളാ, സമാധാനം തീരെയില്ല. നിന്നെ കാണുമ്പോ ദേവി നേരിട്ട് വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട് ഭവാനി. അമ്മേ, ഇത് കൊടുക്ക്. ഈ പൂജിച്ച ചെറുനാരങ്ങ വീട്ടുവാതിലിൽ കെട്ടണം. ഈ മഞ്ഞച്ചരട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈകളിലും കെട്ടിവെക്കണം. നിങ്ങൾക്ക് യാതൊരു ആപത്തും വരാതെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം. കിഴക്ക് നോക്കിയിരിക്കുന്നില്ലേ, ആ മഹാദേവി നോക്കുന്നു പറഞ്ഞതാ. അമ്മേ, തായേ, ആദിപരാശക്തി. അവരുള്ളതാണ്. ഓടിയെത്തിടും എൻ കാളിയമ്മ കുറവെല്ലാം തീർത്തിടുവാൻ. അമ്മ കുമ്പിട്ടാൽ ഓടിയെത്തിടും എൻ കാളിയമ്മ കുറവെല്ലാം തീർത്തിടുവാൻ. അമ്മ മഞ്ഞൾ പൂശി കുറി വരച്ച് കുമിയടിച്ച് താളമടിക്കാൻ സ്വപ്നം കണ്ട രൂപമായി ദേവി വന്നല്ലോ. അമ്മ എന്നും പൂവിൽ നിറഞ്ഞേൽക്കും മർത്യൻ തന്നെ വണങ്ങി നിൽക്കും മണ്ണിൽ എന്നും മർത്യർക്കായി ദേവി വന്നല്ലോ. അമ്മ കുങ്കുമത്തിൽ കുടിയിരിക്കും കുടുംബങ്ങളെ കാത്തരുളും വിനകളെല്ലാം തീർത്തരുളും അമ്മ അമ്മ മറിയമ്മ. വിളിച്ചുടനെ അമ്മ വിളിച്ചുടനെ ഓടിയെത്തിയിടും എൻ കാളിയമ്മ കുറവെല്ലാം തീർത്തരുളിടും. അമ്മ വിളിച്ചുടനെ ഓടിയെത്തിയിടും എൻ കാളിയമ്മ കുറവെല്ലാം തീർത്തരുളിടും. ഓലക്കുടലിൽ കുടത്തിൽ എന്നെ ആവാഹിച്ചു വച്ച് രാവിലെയും വൈകിട്ട് പൂജ ചെയ്ത് 8-ാം ദിവസം കുടത്തിലുള്ള തീർത്ഥത്തെ എല്ലാ ദിക്കുകളിലും തളിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കും. മുണ്ടനെ ഇല്ലാതെയാക്കും ഞാൻ. പൊങ്കലിട്ട് പൂജ വച്ചു പൂക്കലയും ഏറ്റു വച്ചു വേക്കിലയും വീശിക്കൊണ്ട് ഓടിയെത്തിടും.
തീക്കനലിൽ മാറിയമ്മ നീ ശക്തിക്കാളിയമ്മ ത്രിശൂലം ഏറ്റെടുത്ത് ആടി വന്നിടും രുദ്രകാളി ഭദ്രകാളി വന്നെടുത്തു നിന്നിടും അമ്മയായി രുദ്രകായി അനുഗ്രഹമായി വന്നിടും കുമ്പിട്ടാൽ ഓടിയെത്തിയിടും എൻ കാളിയമ്മ കുറവെല്ലാം തീർത്തിടുവാൻ അമ്മ കുമ്പിട്ടാൽ ഓടിയെത്തിയിടും എൻ കാളിയമ്മ കുറവെല്ലാം തീർത്തിടുവാൻ പാതാളത്തിലിരുന്നു ഭൂലോകം കാക്കുമോള് പാതാളം മാരിയമ്മ ഓടിയെത്തിടും അല്ലലിൽ ലാഭത്തിൽ അഭയമായി വന്നെത്തും എന്നെന്നും തുണയായി ഓടിയെത്തിടും പേമാരെ ഇടിമിന്നൽ വന്നെടുക്കും നേരത്ത് കാളിയമ്മ ഓടിയെത്തി കാത്തരുളിടും കുമ്പിട്ടാൽ ഓടിയെത്തിടും എൻ കാളിയമ്മ കുറവെല്ലാം തീർത്തിടുവാൻ അമ്മ കുമ്പിട്ടാൽ ഓടിയെത്തിടും എൻ കാളിയമ്മ കുറവെല്ലാം തീർത്തിടുവാൻ എരുമത്തല അസുരനെയും ഇല്ലായ്മ ചെയ്തവളെ കരുനാഗ രൂപത്തിൽ വന്നിടുമല്ലോ തുമ്പമെല്ലാം തീർത്തിടുവാൻ ദേവിയായി അവതരിച്ച് സിംഹത്തിന്മേലായി വന്നിടുമമ്മേ തുണയായി എന്നെന്നും കാത്തിടുമെന്നമ്മ മനമെന്നും ആഘോഷം ആർത്തിരമ്പിടും കുമ്പിട്ടാൽ ഓടിയെത്തിയിടും എൻ കാളിയമ്മ കുറവെല്ലാം തീർത്തിടുവാൻ അമ്മ കുമ്പിട്ടാൽ ഓടിയെത്തിയിടും എൻ കാളിയമ്മ കുറവെല്ലാം തീർത്തിടുവാൻ അമ്മ മഞ്ഞൾ പൂശി കുറി വരച്ച് കുമിയടിച്ച് താളമടിക്കാൻ സ്വപ്നം കണ്ട രൂപമായി ദേവി വന്നല്ലോ അമ്മ എന്നും പൂവിൽ നിറഞ്ഞു നിൽക്കും മർത്യൻ തന്നെ വണങ്ങി നിൽക്കും മണ്ണില്ലെന്നും മർത്യർക്കായി ദേവി വന്നല്ലോ അമ്മ കുങ്കുമത്തിൽ കുടിയിരിക്കും കുടുംബങ്ങളെ കാത്തരുളും വിനകളെല്ലാം തീർത്തരുളും അമ്മ അമ്മ മറിയമ്മ വിളിച്ചുടനെ അമ്മ വിളിച്ചുടനെ ഓടിയെത്തിയിടും എൻ കാളിയമ്മ കുറവെല്ലാം തീർത്തരുളിടും അമ്മ വിളിച്ചുടനെ ഓടിയെത്തിയിടും എൻ കാളിയമ്മ കുറവെല്ലാം തീർത്തരുളിടും അമ്മുക്കുട്ടി പൊന്നെ നീ ആരെയാ നോക്കുന്നേ വാവേ എന്നെ നോക്കിക്കേ എന്നെ നോക്കി ചിരിക്കേ ഓ എന്റെ പൊന്നുകൂടെ നാഗിനി അമ്മേ ഈ 3 ദിവസവും ഞാൻ തപസ്സിലായിരിക്കും. കൈ കാണിക്കൂ. ഞാൻ മറഞ്ഞിരിക്കുന്ന ഈ 3 ദിവസവും ഈ രക്ഷയായിരിക്കും നിന്റെ സംരക്ഷണം. നേരം രാത്രിയായി. ഇതാണ് ശരിയായ സമയം. ഭവാനിക്ക് മാസമുറയായതുകൊണ്ട് 3 ദിവസം അവളുടെ ശക്തി ഉപയോഗിക്കില്ല. ആ സമയത്ത് ഭവാനിയെ നമ്മുടെ കാൽ കീഴിൽ കൊണ്ടുവരാൻ പറ്റും. ആദിശക്തിയെ ശക്തിയില്ലാതെയാക്കി നിന്നെ സർവശക്തനാക്കി മാറ്റാൻ പോവുകയാണ്.
നമസി ഐം ക്ലീം ഹ്രീം ഹീം മുണ്ടാവായ നമസി നും നം നിം നും മുണ്ടാവായ നമസി സിം ഹം ലം ബം മുണ്ടാവായ നമസി ഓം ഹ്രീം 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 മുണ്ടാവായ നമസി ആദിശക്തിയായ നീ മുഴുവൻ ശക്തിയുമായിട്ട് എന്റെ മുന്നിലേക്ക് വാ. ഓം ഹ്രീം ഹ്രീം ക്ലീം മുണ്ടാവായ നമസി ഐം ക്ലീം ഹ്രീം ഹീം മുണ്ടാവായ നമസി നും നം നിം നും മുണ്ടാവായ നമസി അമ്മേ ദേവി ആദിപരാശക്തി ഞാൻ നിന്നെ നോക്കാം. അമ്മേ തായേ ആദിപരാശക്തി. ആദിപരാശക്തി, ഞാൻ കാരണമല്ലേ നിനക്ക് ഈ അവസ്ഥ. ഈ ദുഷ്ടനെ കൊന്ന് നിന്നെ പ്രീതിപ്പെടുത്താം അമ്മേ. എനിക്ക് വേറെ വഴി അറിയില്ല അമ്മേ. വീരാ ഉടൽ കുളിർന്നുവോ വീരാ മനം കൊതിച്ചുവോ ഇവളോ പൂമാലയോ വിരിയും തേൻ താമര ഉടലോ തേൻ കൂട് നീ നീരാടുമോ എൻ പ്രാണനേ ഇത് നീർത്ത തൂവലോ നിന്നാശ തീരുമോ നീന്തു മാൻമിഴി എൻ പാട്ട് കേൾക്കുമോ മനസ്സിലെ തോഴനോ ചേർന്നത് നിന്നെ തഴുകിടും തെന്നലോ ഒന്നാകും നാളിതോ
സ്വപ്നത്തളിക എന്നെ തഴുകും പൂക്കുമോ എന്നിലെന്നും മോഹം പൂക്കുമോ ആശകൾ എന്നിലെന്നും എന്നും പൂത്തിടും എന്നായി ദേവത നിൻ വാഴ്വിൻ യോഗമോ എന്നാളും ചേരുമോ എൻ ദാഹം തീരുമോ വീര ഉടൽ കൊള്ളുന്നുവോ ഭാവം പൂർവീര മനം കുറിച്ചുവോ ഇവളോ പൂമാലയോ വിരിയും തേൻ താമര ഉടലോ തേൻ കൂട് നീ നീരാടുമോ എൻ പ്രാണനേ ഇത് നീർത്ത തൂവലോ നിന്നാശ തീരുമോ നീന്തു മാൻമിഴി എൻ പാട്ട് കേൾക്കുമോ ആറാ ഇന്ദ്രിയുള്ള എനിക്ക് നിന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ? എന്റെ ശക്തി അറിയാതെ വന്നാ ഇതായിരിക്കും നിന്റെ ഗതി. വെറുതെ മന്ത്രം ചൊല്ലിയിരിക്കുന്ന മന്ത്രവാദിയാണെന്ന് വിചാരിച്ചോ? ഞാൻ ശക്തനാണ് ഞാൻ. മാരിയമ്മ, കാളിയമ്മ, ഭദ്രകാളിയമ്മ, മാളിയമ്മർത്തമ്മ, ഭവാനിയമ്മ, എത്ര പേരാ നിനക്ക്. പക്ഷെ നീ എന്റെ അടിമ. എന്റെ ശക്തിയെല്ലാം ഞാൻ എടുത്തോ. ഇനി നീ വെറും പെണ്ണ്. കണ്ടു കാണാത്ത നിന്റെ കുഞ്ഞിനെ കൊന്ന് ശക്തനായി പിറവിയെടുത്ത് 8 ദിശയിലിരിക്കുന്ന നിന്റെ എല്ലാം നശിപ്പിച്ച് ചുട്ടു ചാമ്പലാക്കി എല്ലായിടത്തിലും ഞാൻ പ്രധാനിയായി നിന്ന് ഈ ഭൂമി തന്നെ ഭരിക്കാൻ പോകുന്നു. അപ്പൊ മുതൽ നീയാണ് എനിക്ക് പാദപൂജ ചെയ്യേണ്ടത്. എന്റെ കാൽ കഴുകി വിളക്ക് കത്തിച്ച് എന്റെ കാൽ കീഴിൽ കിടക്കണം. ഒരു ശക്തിക്ക് എന്നെ തടക്കാൻ കഴിയില്ലടി. ഇന്ന് രാത്രി എന്നെ മുന്നിൽ ഈ കുഞ്ഞിനെ ബലി കൊടുക്കൂടി. വന്നാലും ദേവി, വന്നാലും നീ വരേണ്ട സമയം ഇത് തന്നെയാണ് ദേവി. എവിടെയെല്ലാം അധർമ്മം തലവെക്കുന്നുവോ അതിനെ ചവിട്ടി താഴ്ത്താൻ നീ വന്നേ മതിയാകൂ ദേവി. അമ്മേ, മഹാമായേ, പാർവതി, ഭദ്ര, കാളി, സരസ്വതി എന്നീ പല രൂപങ്ങൾ കൊണ്ട ശക്തി സ്വരൂപിണിയായ നിനക്ക് ചാത്തനും മർദ്ദയ്ക്കും പ്രേതത്തിനും ദുർമന്ത്രങ്ങൾക്കും നിന്നെ തളയ്ക്കാൻ കഴിയുമെങ്കിൽ ഈ കലിയുഗത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം എന്താകും? സൗന്ദര്യത്തിന് പേരുകേട്ട നിന്റെ ഈ സുന്ദരമുഖത്തെ ഇങ്ങനെ അലങ്കോലമാക്കിയ ആ അസുരന്മാരെ നശിപ്പിക്കാതെ നിനക്ക് എങ്ങനെ ഇരിക്കാൻ കഴിയുന്നു മഹാമായേ? നീ പറയൂ അമ്മേ. ഏതൊരു ദൈവവും മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജനനബലം അനുഭവിച്ചേ മതിയാകൂ. ഭവാനിയുടെ സ്വന്തം രക്തമായ ജനിക്കാതെ തന്നെ മരിച്ചുപോയ കുഞ്ഞിന്റെ പ്രേതാത്മാവ്, ആ ദുഷ്ടശക്തി എന്റെ അരികിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ
അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വരണമെങ്കിൽ പെൺ ദൈവമായ മഹാമായ വേദനിച്ചേ മതിയാകൂ. ഓരോരോ കുടുംബത്തിലും തലമുറകളായി മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, വയസ്സായവർ, അങ്ങനെ പല ആത്മാക്കൾക്ക് വേണ്ടത്ര കർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഇമ്പം, തുമ്പം, ലാഭം, നഷ്ടം, ദുഃഖം, പ്രശ്നം. ഈ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ പെൺദൈവമായ മഹാമായ വേദനിച്ചേ മതിയാകൂ. അത് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി. ഞാനെന്ന മഹാമായയെ വേദനിപ്പിക്കണം. അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. ആകട്ടെ. വരവേറ്റിടാം തായെ വരവേറ്റിടാം, അക്ക തങ്ക 7 പേരെ വരവേറ്റിടാം. വരവേറ്റിടാം തായെ വരവേറ്റിടാം, അപ്പ തങ്ക 7 പേരെ വരവേറ്റിടാം. മടപ്പുറം ഭദ്രകാളി, സമയപുരം മാരിയമ്മ, ആനപ്പുഴ മുത്തുമാരി, തീർത്ഥകര രാക്കാക്ഷി, വൈത്തീശ്വരം ദുർഗയമ്മ, കരുമാത്തൂർ പേച്ചിയമ്മ, കടമ്പൂർ മുത്താരമ്മ. വരവേറ്റിടാം തായെ വരവേറ്റിടാം, അപ്പ തങ്ക 7 പേരെ വരവേറ്റിടാം. വരവേറ്റിടാം തായെ വരവേറ്റിടാം, അപ്പ തങ്ക 7 പേരെ വരവേറ്റിടാം. ഞാൻ വരുന്നു നിൻ മുന്നിൽ തീയായി ജ്വലിച്ചിടുവാൻ. നാട് ചെയ്യും കാര്യമൊന്നു നീ കാണുന്നോ? വായ് തുറന്നു ചൊല്ലിടുമോ? ഈ ഉരുള് മാറ്റിടുമോ? ആദിപരാ ശക്തിയായി വന്നിടുതായേ. നിനക്ക് തടയാകാൻ നീ വരും വഴി നീളെ ഊർവിളങ്ങ നീയൊന്ന് കഞ്ഞിടുമോ? വായ് തുറന്നു ചൊല്ലിടുമോ? ഈ ഇരുളു മാറ്റിടുമോ? ഭദ്രകാളിയായി വരുമോ എൻ തായമ്മ? മന്ത്രത്തെ തന്ത്രത്തെ താണ്ടി ഇങ്ങുവാ നീ, കെട്ട ശക്തി നിഗ്രഹിക്കാൻ വരുമോ നീ തായേ? ആദിശക്തി നീരിക്കെ നീജശക്തി വെന്തിടുമേ, ഇനിയും എന്ത് താമസമോ തായേ ചൊല്ലിടൂ. വരവേറ്റിടാം തായേ വരവേറ്റിടാം, അപ്പ തങ്ക 7 പേരെ വരവേറ്റിടാം. വരവേറ്റിടാം തായേ വരവേറ്റിടാം, അക്ക തങ്ക 7 പേരെ വരവേറ്റിടാം. മഞ്ഞളിൽ നീരാടി പാദം വെച്ചു പടിയേറി സിംഹമായി വന്നിടും ഓംകാരിയേ. വാം നിറഞ്ഞു വാവാവ തീ അണയ്ക്ക വാവാവ, വേലെടുത്ത് വിളയാടും പൂങ്കാരിയെ. മഞ്ഞളിലും നീരാടി പനിനീരിൽ നീരാടി സിംഹം പോൽ ചീറി വരും ആങ്കാരിയെ. പമ്പ ഉടുക്ക് ഉറുമി കൊട്ടി അനുഗ്രഹിക്കാൻ വരു നീ, ആദിപരാശക്തിയായി അനുഗ്രഹിക്കാൻ വരു നീ. കാത്തിടമ്മ കർപ്പകമേ തീർത്തിടമ്മ മനവ്യതയെ, അനുഗ്രഹിക്കൂ എന്നമ്മേ പാളയത്തമ്മ. വരവേറ്റിടാം തായെ വരവേറ്റിടാം, അക്ക തങ്ക 7 പേരെ വരവേറ്റിടാം. വരവേറ്റിടാം തായെ വരവേറ്റിടാം, അക്ക തങ്ക 7 പേരെ വരവേറ്റിടാം. മടപ്പുറം ഭദ്രകാളി വരവേറ്റിടാം, സമയപുരം മാരിയമ്മ വരവേറ്റിടാം. ആനപ്പുഴ മുത്തുമാരി വരവേറ്റിടാം, തീർത്ഥകര രാക്കാക്ഷി വരവേറ്റിടാം. വൈത്തീശ്വരം ദുർഗയമ്മ വരവേറ്റിടാം, കരുമാത്തൂർ പേച്ചിയമ്മ വരവേറ്റിടാം. കടമ്പൂർ മുത്താരമ്മ വരവേറ്റിടാം തായെ വരവേറ്റിടാം, അക്ക തങ്ക 7 പേരെ വരവേറ്റിടാം. വരവേറ്റിടാം തായെ
തായേ വരവേറ്റിടാം ആ അപ്പത്തങ്ക 7 പേരെ വരവേറ്റിടാം ഒളിഞ്ഞിരിക്കുന്നോ? ഞാൻ നിന്നെ കൈ ശക്തിയുള്ളവനാ. നിന്റെ വിധി എന്നോട് കാണിക്കുന്നോ? എന്നെ കാണിക്കുന്നോ? എന്റെ ശക്തി മൊത്തമായിട്ട്